الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. فضل نسبه الشريف صلى الله عليه وآله وعلى آله وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. റവൽ ബുഖാരിയു അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖുറൂനുണ്ടല്ലോ, ഓരോ കാലഘട്ടങ്ങൾ. എല്ലാവരും ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളാണല്ലോ, മനുഷ്യന്മാർ മുഴുവനും. അതിലേറ്റവും ഖൈറായ ആ ഖൈറിലാണ്, ഖുറൂനിലാണ് എന്നെ അല്ലാഹു തആല അയച്ചത്. കർണൻ കർണൻ, ഓരോ കർണിങ്ങനെ കഴിയും തോറും ഓരോ കർണ്. നൂറ്റാണ്ടെന്ന് പറയും. അപ്പോൾ നൂറ്റാണ്ട് 100 കൊല്ലം തന്നെ വേണമെന്നില്ല, ഒരു ജീവിച്ചൊരു കാലഘട്ടം. ഹത്താ ബുഇസ്തു മിനൽ ഖർനിൻ നബി കുന്തു ഫീഹി. അങ്ങനെ ഞാനിപ്പോൾ ആയ കർണുണ്ടല്ലോ, അതായത് ഹാഷിം, ഉപ്പ അബ്ദുൽ മുത്തലിബ് ഹാഷിം പിടിച്ച ഒരു കർണിങ്ങനെ കിട്ടുമല്ലോ, അതിലേറ്റവും ഖൈറായത്. അപ്പം പിതാക്കന്മാരെല്ലാം ഖൈറായ ആളുകളായിരുന്നു എന്നപ്പം വന്നത്. പിന്നെ അരമുലാക്കന്മാർക്ക് പല ഇഷ്കാലുണ്ടാവും. മക്കത്ത് ശിർക്കും കുഫറും കണ്ടുകൂടിയെല്ലാം ഉണ്ട്. അപ്പം കേരളത്തിലും ഇല്ലേ? കേരളത്തിലും ശിർക്കിനും എല്ലാം കുറവുണ്ടാകും. എത്ര കാവുകൾ, എത്ര അമ്പലങ്ങൾ, എത്ര ക്ഷേത്രങ്ങളെല്ലാം നല്ല ശിർക്കുന്നല്ലേ. കള്ളുഷാപ്പ് നിറയ്ക്ക് കള്ളുഷാപ്പ് തന്നെയല്ലേ. അതുകൊണ്ട് എല്ലാവരും കാഫിരികളാണ്. അപ്പോൾ അവിടെ ദീനേതാന്ന് ഇവരെ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മുതലേ ഷഹാദി തുടങ്ങിയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഔഹാമിൻ്റെ മുകളിൽ കെട്ടിപ്പടുത്തിട്ടാണ് ഇഷ്കാല് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഇസ്ലാമില്ലേ? പിന്നെ മൂസാ നബി കൊണ്ടുവന്ന എന്താണ്? ഈസാ നബി കൊണ്ടുവന്നത് എന്ത്? ആദം നബി മുതലേ ഉണ്ട്. ഫൈമാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ ഹുദ നേരത്തെ വന്നിട്ടുണ്ട്, അയക്കുമ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ പൂർത്തീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം അടവ് ഉണ്ടായിട്ടില്ലേ? ഇടക്കിടക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം വരികയും ചെയ്യും. അതൊന്നും പഠിക്കാണ്ട് എന്താക്കുക, എന്തെല്ലാം ഊഹാപോഹങ്ങളെ പോലെ കെട്ടിപ്പടുത്തിട്ട് അതിൻ്റെ മുകളിൽ മസാല ഉണ്ടാക്കും. ഞാൻ മനസ്സിലാകുന്നിട്ടേക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് അള്ളാനെ മറന്നിട്ട് എന്താക്കും, പിന്നെ ശിർക്ക് വന്നിട്ടില്ലെന്ന്. വലിയ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച് കൊട്ടുവാങ്ങുന്ന പോലെയൊക്കെ മതം. പിന്നെ ചോദിക്കുന്ന അല്ലയാ റസൂല വലുത്. ഈ പുള്ളന്മാർ പട്ടം പറഞ്ഞാൽ കണക്കെട്ടൻ ചോദ്യം ചോദിക്കുന്നു. കുറച്ച് കൂട്ടിപ്പ ഇബ്നു സഅദിൻ മിൻ മുർസൽ അബീ ജഅഫർ അൽ ബാഖിർ. അതാണ് അഹ്ലു ബൈത്തിൽപ്പെട്ട മുഹമ്മദ് അൽ ബാഖിർ, ജഅഫർ സാദിഖ് തങ്ങളുടെ ഉപ്പ. അവിടെ മുർസൽ എന്ന് പറഞ്ഞാൽ ആ താബീന് ശേഷം സനദിൽ നിന്ന് ആള് പോയത്. സുമ്മഖ്താറ ബനി ഹാഷിം, അത് അവിടെ നിന്ന് തുടങ്ങുന്നു. ഒരു കർണ്ണ പൂർത്തിയാക്കാൻ പോകുന്നു. സുമ്മഖ്താറ ബനി ഹാഷിം മിൻ ഖുറൈശി. ഖുറൈശി ഗോത്രത്തിൽ നിന്ന് അല്ലാഹു തആല ബനൂ ഹാഷിമിനെ തിരഞ്ഞെടുത്തു. പിന്നെ ഹാഷിം അവിടുന്നാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ശേഷം അബ്ദുല്ലാഹി,
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ടുണ്ടാവില്ലേ. സുമ്മഖ്താറ ബനി അബ്ദുൽ മുത്തലിബിനെ എന്താക്കി തിരഞ്ഞെടുത്ത് മീൻ ബനി ഹാഷിമിൽ നിന്ന്. അപ്പൊ ഫഹുവ ഖിയറത്തുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിയറത്തുല്ലാഹി തആല. അല്ലാഹു തആല പ്രത്യേക തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഇസ്തിഫാദ് ചെയ്ത് അഖസ്സായ സ്ഥാനത്തിലേക്ക് എത്തിച്ചതാണ്. വസഫവതുഹു മിൻ ജമീഇൽ ഖുറൂൻ, എല്ലാ കർണുകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് അതിൽ ശരിയായ കഴമ്പാണ്. ഈ ഖുറൂനോട് ഉദ്ദേശം അൽ അജിയാലി കുല്ലിഹ, ഓരോ ജീരി, അതായത് കൃത്യം 100 കൊല്ലം എന്ന് വെക്കണ്ട. وعن واثلة بن أسقي رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن الله اصطفى من ولد إبراهيم إسماعيل. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിന് അള്ളാഹു ഇസ്തിഫാദ് ചെയ്തു. 2 മക്കളില്ലേ, ഇസ്മായിലും ഇസ്ഹാഖ്. വസ്തഫ മിൻ ബനി ഇസ്മായിലിൽ നിന്ന് ബനി കിനാനത്തിനെ തിരഞ്ഞെടുത്തു. നേരത്തെ മുമ്പുണ്ട്, കിനാനത്താണോ ഖുറൈശ് അല്ല ഫിഹറാണോ എന്ന് പരിഷ്കാരമുണ്ട്. വസ്തഫ മിൻ ബനി കിനാനത്ത് ഖുറൈശ്, കിനാനത്തിന്റെ മക്കളിൽ നിന്ന് ഖുറൈശിനെ തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ബനി ഖുറൈശിൻ, ബനി ഹാഷിമിനെ തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. അവ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട്. വഫീ സഹീഹിൽ ബുഖാരി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന ഹിറക്കല മലിക റൂം, റോമിലെ ചക്രവർത്തി ഹിറക്കല രാജാവിന് തങ്ങളൊരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണല്ലോ അറബികളെ ഒരുമിച്ച് കൂട്ടി കുറേ ചോദ്യം ചോദിച്ചത്. സഹീൽ ബുഖാരി എത്രയോ പേജുകളാണ് ആ സംഭവം പറഞ്ഞത്. അപ്പോ സാല അബാ സുഫിയാനോട് ചോദിച്ചു. കാരണം അബൂ സുഫിയാൻ അന്നവിടെ കച്ചവടത്തിന് വന്ന സമയമാണ്. അന്ന് അബൂ സുഫിയാൻ പ്രതിപക്ഷത്താണ്. മക്കം ഫതഹിൽ മാത്രമല്ല ഇസ്ലാമിലേക്ക് വന്നത്. അൻ നസബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നസബിനെ കുറിച്ച് അബൂ സുഫിയാനോട് ചോദിച്ചു. ഫഖാല, എന്നിട്ടോ കൈഫ നസബുഹു ഫീക്കും എന്നാണ് ആരെ ഹിറക്കലിന്റെ ചോദ്യം. നിങ്ങളെ കൂട്ടത്തിൽ അവരുടെ നസബ് എങ്ങനെയുണ്ട്? ഫഖാല, അബൂ സുഫിയാൻ പറഞ്ഞു ഹുവ ഫീനാ ദൂ നസബിൻ. തങ്ങളെ പറ്റിയാണ് ചോദ്യം. കുറേ ചോദ്യങ്ങളുണ്ട്. അബ്രഹം പറഞ്ഞിട്ടുണ്ട്, ഒരേ പ്രശ്നങ്ങൾ ജീവിതകാലത്ത് കണ്ടിട്ടേ ഇല്ല, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അതായത് അവിടെ കുറച്ച് കളവ് പറഞ്ഞിട്ട് എന്താക്കാം, ഹിറക്കലിനെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ചാൻസാണ്. അപ്പൊ ഇപ്പോഴത്തോനാണ് 100 കുറ്റാലും കണ്ടെത്തിയത്. പ്രതിപക്ഷത്തിരിക്കുന്ന അബൂ സുഫിയാന് പോലും അവിടെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ്, ഞാനൊരു കളവ് പറഞ്ഞിട്ട് എന്താക്കാം, പറഞ്ഞെടുത്താൽ ഹിറക്കല് വിശ്വസിക്കും. പക്ഷേ കളവ് പറഞ്ഞാളാവും ഞാൻ മറ്റൊരു നാട്ടിൽ പോയി. ഹുവ എന്ന് പറഞ്ഞാൽ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂ നസബിൻ ശരീഫിൻ ആലിൻ മുനീഫിൻ അലാ കുല്ലിൽ അൻസാബ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ നസബുടയവരാണ്, ഷരീഫാണ്. ആലിൻ എന്നതിന് അർത്ഥം തന്നെയാണ് മുനീഫ്, ഉന്നതമായത്. അലാ കുല്ലിൽ അൻസാബ്, ഏത് നസബെടുത്താലും ഇതിനേക്കാണ് ഇവര് നസബ് എന്നുണ്ടാവില്ല. ഖാല, ഹിറക്കൽ പറഞ്ഞു, അതാ കദാലിക റസൂൽ, അങ്ങനെ തന്നെയാണ് റസൂല്, മുർസലീങ്ങൾ ഉണ്ടാവുക. അപ്പൊ മുർസലി ആയതിന്റെ തെളിവായിട്ടാണ് ഉണ്ടാക്കിയത് ഈ വലിയ അവരുടെ കൗമിന്റെ ഏറ്റവും വലിയ അൻസാബിലായിക്കൊണ്ടാണ് റസൂലിനെ ആക്കുക. അത് ഓരോ കാലത്തും മൂസാ നബിയാരും അങ്ങനെ തന്നെ. ആ കാലത്തുള്ള ഏറ്റവും വലിയ നസബ്, അല്ലെങ്കിൽ എന്താക്കും, നസബക്കാർ ഇവരെ തരനാട്ടി കാണിക്കൂലേ. وعن العباس رضي الله عنه أن النبي صلى الله عليه وسلم بلغه بعض ما يقول الناس, ജനങ്ങൾ പറയുന്ന ചില കാര്യം തങ്ങളിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ ഫസഅദൽ മിംബറ, അങ്ങനെ മിംബറമ കയറിയിട്ട് ഫഖാല മൻ അനാ, ഞാൻ ആര്? ഖാലു അൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഉത്തരം ശരി. ഫഖാല അന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അങ്ങനെ എണ്ണി.
ഇന്നല്ലാഹ തആല ഖലഖൽ ഖൽഖ പടപ്പുകൾ അല്ലാഹു തആല പടച്ചിട്ട് ഫജഅലനി മിൻ ഖൈറത്തി ഖൽഖിഹി അവന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ വിഭാഗത്തിൽ എന്നെ പെടുത്തി എന്ന് പറയുന്നു. അപ്പൊ തങ്ങൾ ഏത് സിൽസിലയിലുണ്ടോ അതായിരിക്കും അഫ്ദലുണ്ടാകുക. വജഅലഹും ഫിർഖത്തൈനി എന്നിട്ടോ അവരെ രണ്ടെണ്ണാക്കി. ഫജഅലനി മിൻ ഖൈരി ഫിർഖത്തിൻ അങ്ങനെ രണ്ട് ഫിർഖത്താക്കിയതിൽ ഏറ്റവും ഖൈറായ ഫിർഖത്തിൽ എന്നെയാക്കി. വഖലഖൽ ഖബായില പിന്നീട് കബീലകളെ പടച്ചു, അതായത് ഓരോന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നു. ഫജഅലനി മിൻ ഖൈരി ഖബീലത്തിൻ കബീലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറിന്റെ കൂട്ടത്തിലാക്കി. എന്നിട്ടോ വജഅലഹും ബുയൂത്തൻ പിന്നെ ബൈത്തുകളാക്കി. അതായത് ഇങ്ങനെ ഭാഗിക്കലാണ്. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളാക്കി ഭാഗിക്കും. സ്റ്റേറ്റുകൾ എന്താക്കും, പിന്നെ ജില്ലകളാക്കി ഭാഗിക്കും. ജില്ല എന്താക്കും, പഞ്ചായത്താക്കും എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഊഹരി വെച്ച് വെച്ച് പൊട്ടരുത്. ഏറ്റവും വലിയ ഒന്നിനുള്ളൂ. ഇപ്പൊ കൊല്ലം എന്താക്കും, 12 മാസങ്ങളാക്കി. ഒരു മാസത്തിന് 30 ഓഹരി വെച്ചിട്ട് ദിവസങ്ങൾ ആഴ്ചകളാക്കി. ആഴ്ചകൾ എന്താക്കും, 7 ഓഹരി വെച്ചിട്ട് ദിവസങ്ങളാക്കി. ദിവസങ്ങൾ ഓഹരി വെച്ചിട്ട് മണിക്കൂറുകളാക്കി. അപ്പൊ ഏത് വിഭാഗമാണോ അവിടുന്ന് അതിൽ ഖൈറായതിലായിരിക്കും തങ്ങൾ ഉണ്ടാകുക. ബൈത്തിനാൽ ഏറ്റവും ഖൈറായ കൂട്ടത്തിലാക്കി. അപ്പൊ എന്താക്കും, നഫ്സിനാലും ഞാൻ ഏറ്റവും ഖൈറാണ്. അപ്പൊ നഫ്സാമതായി ഒരു വ്യക്തിത്വമായി. ബൈത്തിനാലും ഖൈറാണ്. അത് തന്നെ അപ്പുറം എന്താക്കും, കബീലയാലും ഖൈറാണ്. അതിൻ്റെ അപ്പുറം വിളിച്ചാലോ ഫിർഖത്തിനാലും ഖൈറാണ്. وعن عائشة رضي الله عنها أنها قالت قال رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു قال لي جبريل عليه السلام എന്നോട് പറഞ്ഞു قلبت الأرض من مشارقها ومغاربها ഭൂമി എന്താക്കി അടിമറിച്ച് പരിശോധിച്ചത്, കൊത്തിക്കളച്ചൊന്നല്ല. ഭൂമിയിലുള്ള അവസ്ഥകളെ കുറിച്ചിട്ട് മശരിക്ക് മുതൽ മഗ്രിബ് വരെ എന്താക്കാൻ അട്ടും എല്ലാം മറിച്ചിട്ട് നോക്കി. ഫലം അജിദ് റജുലൻ അഫ്ദല മിൻ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ അഫ്ദലായ ഒരു റജുലിനെയും അള്ളാഹിന്റെ ഭൂമിയിൽ മശരിക്ക് മുതൽ മഗ്രിബ് എത്തിച്ചിട്ടില്ല. ഇനി വഖല്ലബത്തുൽ അർള മിൻ മശാരിഖിഹാ വമഗാരിബിഹാ ഫലം അജിദ് ബനി അബിൻ അഫ്ദല മിൻ ബനി ഹാഷിം. ഒരു മക്കളെ ബാപ്പാന അല്ല ഉൽപ്പാന്റെ മക്കള് അതിൽ നിന്ന് ബനു ഹാഷിമിനേക്കാണ് അഫ്ദൽ എത്തിച്ചിട്ടില്ല. അപ്പൊ ബനു ഹാഷിമിനാണല്ലോ ആരുള്ളത്, ഹാഷിമിന്റെ മക്കളല്ലേ അബ്ദുൽ മുത്തലിബ്. ഹാഷിമിന്റെ ബാക്കി എത്ര മക്കളുണ്ട് നല്ല കിതാബിലുണ്ടെന്നുണ്ട്. ഇനി ഇതിനാണ് ഈ തങ്ങളെ കുടുംബം പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മകാരിമ ഉസൂലിഹി തങ്ങളുടെ ഉസൂലിന്റെ മഹത്വങ്ങളെ കുറിച്ച് തങ്ങൾ പറഞ്ഞു. വശറാഫത്തിഹിം അവരുടെ ഷറഫിനെ കുറിച്ചും പറഞ്ഞു. വനക്കാവത്തി അൻസാബിഹിം അവരുടെ നസ്ബയുടെ പരിശുദ്ധതയെ കുറിച്ചും പറഞ്ഞു. അതെങ്ങനെ തഹദ്ദുസൻ ബി നിഅമത്തില്ലാഹി തആല അല്ലാഹുവിന്റെ നിഅമത്തിനെ വീരം പറയലാണ്. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതാണ്. വശുക്രൻ ലഹു അല്ലാഹു തആലക്ക് ശുക്റായി കൊണ്ടും പറഞ്ഞതാണ്. നിഅമത്തിനെ എണ്ണിയാൽ എന്താക്കും, അത് ഒരു ശുക്രന്റെ ഭാവമായിട്ടും വരും. അത് തന്നെ മോശമായിട്ടും വരാം. അവരുടെ നീയത്ത് വലിയിക്കുന്നു. ഈ പുള്ളറ പറയില്ല എൻ്റെ ഉപ്പ എനിക്കൊരു ഉപ്പ മകി തന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെല്ലാം വിവരം പറയും. അതൊന്നും അത് ഒരു ശുക്രന്റെ വാക്കാണ്. ഇനി ഇല്ല എന്നാണെങ്കിൽ പരാതിയുടെ വാക്കാണ്. തങ്ങളുടെ പിതാക്കന്മാരുടെ ഉസൂലുണ്ടല്ലോ, ആ ഉസൂലിന്റെ മൻസിലെ പറ്റി പരിചയപ്പെടുത്താനുമാണ്. അവരുടെ കിഫായത്ത് അതിനെ വ്യാഖ്യാനിച്ചതുമാണ്. അത് ഇങ്ങനെ പൊങ്ങച്ചം പറയല് നീട്ടിപ്പറയല് കിബിറിന്റെ ബാബല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. قال العلامة الحليمي رضي الله عنه أراد صلى الله عليه وسلم تعريف منازل المذكورين ومراتبهم. മേൽ പറയപ്പെട്ട ഉപ്പാപ്പമാരുടെ മൻസിലകളെ പരിചയപ്പെടുത്തലും അവരുടെ മർത്തബ എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കലുമാണ് ഇവിടെ ഉദ്ദേശം.
എന്താണ് തങ്ങളെ പോലീസ് പറഞ്ഞു, തങ്ങളെ പോലീസ് തങ്ങളില്ലാണ്ട് പിന്നെ ആരാ പറഞ്ഞേണ്ടത്? അതിനെപ്പറ്റി കുറ്റം പറയുന്നതായിട്ട് പറഞ്ഞു. قال وقد يكون أراد به الإشارة بنعمة الله عليه في نفسه وآبائه. തങ്ങളുടെ നഫ്സിലാവട്ടെ ആബാഹിലാവട്ടെ അല്ലാഹു തആല ചെയ്ത നിഅമത്ത് കൊണ്ടുള്ള ഇശാറത്താണ്. അതിന് അലാ വജ്ഹി ശുക്ർ, അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്ന വജ്ഹിൽ കൂടി. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. വലൈസ ദാലിക മിനൽ ഇസ്തിത്വാലത്തി വൽ ഫഖ്രി. കണ്ടോ, ഫഖർ പറയല്, അതുപോലെ തന്നെ ഇസ്തിത്വാലത്ത് എന്ന് വെച്ചാൽ ഭാഗം നീട്ടി പറയുന്നുണ്ടല്ലോ അവരുടെ മഹത്വങ്ങൾ, അത് അതിൽ പെട്ടതല്ല. അത് അൽ മസ്ഹൂബ് ബിൽ കിബർ, കിബറുമായി ബന്ധപ്പെട്ടതിൽ പെട്ടതല്ല. ഫീ ശൈഇൻ, ഒരു വസ്തുവും പെട്ടിട്ടില്ല. ولذا قال الحافظ بن حجر والنهي عن التفاخر بالآباء. ആബായിനെ കുറിച്ച് ഫഖർ പറയൽ എന്നുള്ള വിരോധിച്ചിട്ടുണ്ടല്ലോ, അത് ഇവിടെ അല്ല വിരോധിച്ചത്. അത് കണ്ടെന്താക്കും, വേറെ ആളെ മറികടന്നിട്ടാകുമ്പോൾ മറ്റവർക്ക് ദേഷ്യം വന്നിട്ട് ഓരോ എങ്ങനെയും മഹത്വം. ഇപ്പൊ പാർട്ടിക്കാർ പറയും പോലെ, പാർട്ടിക്കാർ ഓരോ കണ്ടെന്താക്കും, നമ്മക്ക് പോലീസ് നമ്മക്ക് സ്വർഗത്തിൽ ആദ്യം അവർ പറയുമ്പോൾ അല്ല, നിങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചെന്ന് പറഞ്ഞു. കേട്ടിലെങ്കിലോ നല്ല ഇപ്പോഴത്തെ പരിപാടി. ആ ബാബെല്ലാം തങ്ങളെ പറ്റിയുള്ള എല്ലാ മഹത്വങ്ങളും അറിയണം. موضع مفاخرة تفضي أي تؤدي إلى تكبر واحتقار مسلم. സ്വന്തം കിബിർ നടക്കലിലേക്കും ഒരു മുസ്ലിമായ മറ്റൊരാളെ കുറവാക്കലിലേക്കും, മറുവശത്തിനെ കുറവാക്കലുണ്ടല്ലോ, അവിടത്തേക്ക് എത്തിക്കുന്ന പറച്ചിലാണ് ഇത് വിരോധിക്കപ്പെട്ടത്. ഇപ്പുണ്ടാവും ശേഖന്മാരെപ്പെട്ട് നമ്മളെ ശേഖാവലിയെ മറ്റേ ശേഖാവലിയെ ശേഖാബൽക്ക് മറ്റേ ശേഖങ്ങാബൽ എനിക്കെല്ലാവരും വലുതാണ്. പിന്നെയും ചോദിക്കുന്ന ആരാ വരുന്നത്? എനിക്കെല്ലാവരും വലുതാണ്. എത്ര നൂറോട്ടം ചോദിച്ചാലും എനിക്ക് എല്ലാവരും വലുതാണ്. ആരാരും കുറഞ്ഞതല്ല. ഏത് മദ്ഹബെന്നല്ല, എല്ലാ മദ്ഹബും നല്ലതാണ്. ഹനഫിമായാലും ശരി, ശാഫിമായാലും ശരി, എല്ലാവരും വലുത്. അതിപ്പോഴത്തെ ഒരു വേണ്ടാത്ത ശൈത്താൻ കൊടുക്കുന്ന പണിയാണ്. മനുഷ്യന്മാർ വേറെ പണി വേണ്ടേ? ഇനി ജാഹിലിയ കാലത്തുള്ള ഒരു തരത്തിലുള്ള അനാവശ്യങ്ങളും ഒരേ ലലാലത്തോ ആ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയും. എന്താ തഹാറത്തു നസബിഹി ശരീഫി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം റവാ അബ്ദുർ റസാഖ് ബിസ്നാദിഹി ഇലൽ ഇമാം ജഅഫർ അസ്-സാദിഖി റളിയല്ലാഹു അൻഹു അൻ മുഹമ്മദിൽ ബാഖിർ അല്ലാ في قوله تعالى لقد جاءكم رسول من أنفسكم എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിലാ പറയുന്നത്. قال لم يصبه شيء من بلادة الجاهلية. ജാഹിലിയായ ജനനുണ്ടല്ലോ, അത് ആർക്കും സംഭവിച്ചിട്ടില്ല. തങ്ങൾക്കൊന്നുമല്ല, ആ ഉപ്പപ്പെട്ട ഉമ്മാക്ക് ആർക്കും തന്നെ അല്ല. കാല മുഹമ്മദ് എന്ന മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട പറയുന്നത്, അഹ്ലുബൈത്തിന്റെ ഇമാമികളിൽ. وقال رسول الله صلى الله عليه وسلم إني خرجت من نكاح ولم أخرج من سفاح. ശരിയായ നിക്കാഹിനാലാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അക്കാലത്തുള്ള ശരീഅത്ത് ഉണ്ടാവുമല്ലോ, അതുപോലെ സിഫാഹി നിന്ന് വന്നിട്ടുമില്ല. സിഫാഹ് എന്ന് പറഞ്ഞാൽ പണ്ട് തട്ടിക്കൊണ്ടപ്പോക്കും ആണും പെണ്ണും തമ്മിലൊക്കെ ആയിൻപെട്ട് നിക്കാഹൊന്നും ശത്തൊട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അതിന് വലം നിൽത്തഖിയാല സിഫാഹിൻ ഖത്തു വറബൽ ബൈഹഖി ബിസ്നാദിഹി ഇലാ അബീ ജഅഫർ അൽ ബാഖിർ. നേരത്തെ പറഞ്ഞേ അബൂ ജഅഫർ എന്ന് മുഹമ്മദുൽ ബാഖിർ തങ്ങളുടെ ഉപ്പാന്റെ കുഞ്ഞത്താണത്. أن النبي صلى الله عليه وسلم قال إن الله أخرجني من النكاح. من عندنا كردوك أخرجني من النكاح. നിക്കാഹ് മുഖേനയാണ് എന്നെ പുറപ്പെടുവിച്ചത്. വലം യുഖ്രിജ്നി മിൻ സിഫാഹിൻ എന്ന് പുറപ്പെടുവിച്ചിട്ടില്ല. വറവൽ ബൈഹഖി ബിസ്നാദിഹി
أن النبي صلى الله عليه وسلم خطب فقال أنا محمد بن عبد الله صلى الله عليه وسلم ابن عبد المطلب ابن هاشم ابن عبد مناف ابن قصي ابن كلاب ابن مرة ابن كعب ابن لؤي ابن غالب ابن فهر ابن مالك ابن النضر ابن كنانة ابن خزيمة ابن مدركة ابن الياس ابن مضر ابن نزار كذا نزار وتندنا معك أدنى ومفترق الناس فرقتين ജനങ്ങളെ രണ്ട് തായ്ഫത്താക്കിയാൽ ഇല്ല ജഅലനില്ലാഹു ഫീ ഖൈരിഹാ ഫിർഖത്തൻ, ആ ഫിർഖത്തിൽ നിന്ന് ഏറ്റവും ഖൈറായ ഫിർഖത്തിലാണ് അല്ലാഹു തആല ആക്കിയിട്ടില്ല, അതൊരു അസ്റാക്കി. അതുകൊണ്ട് ഫഉഖ്രിജതു മിൻ ബൈനി അബവയ്യ, എൻ്റെ മാതാപിതാക്കന്മാരുടെ ഇടയിൽ കൂടി നിന്നിട്ട് മാതാപിതാക്കന്മാരെ വിവാഹത്തിൽ കൂടിയിട്ട് പുറപ്പെടുവിച്ചിട്ട് ഫലം യുസ്ബിനി ശൈഉം മിൻ ഉഹദിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലത്ത് നടത്തുന്ന അനിസ്ലാമിക നിക്കാഹുണ്ടല്ലോ, അതിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. വഖറജതു മിൻ നിക്കാഹിൻ വലം നഖറജു മിൻ സിഫാഹിൻ, എവിടുന്ന് മില്ലതുൻ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയിട്ട് ഹത്തന്തഹീതു ഇലാ അബീ വ ഉമ്മീൻ, എൻ്റെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ അബ്ദുല്ലാഹി ആമിന ബീബി, അവിടത്തേക്കും മിൻ ആദമ ഇലാ അബീഹി വ ഉമ്മിഹി എന്നല്ല ഇതിൽ വർഷം ചെയ്തു. حفظ الإله كرامة لمحمد صلى الله عليه وسلم أباه الأمجاد صونا لاسمه ترك الصفاح فلم يسبهم عاره من آدم وإلى أبيه وأمه. مرسنجة مولد مرسنجة مولد الله. അതുകൊണ്ട് ഫഅന ഖൈറുക്കും നഫ്സൻ വ ഖൈറുക്കും അബാൻ, അത് നേരത്തെ കൊണ്ടുണ്ട്. പിതാക്കന്മാരുടെ ഭാഗത്തിൽ കൂടി നോക്കിയാൽ ഞാൻ ഏറ്റവും ഖൈറാണ്, എൻ്റെ നഫ്സിൻ്റെ ഭാഗത്തിൽ കൂടി നോക്കിയാൽ ഞാൻ ഏറ്റവും ഖൈറാണ്. വറവ തബറാനി ഇമാമും ഇബ്നു സക്കനും വഗൈറുമാ റിവായത്ത് ചെയ്തു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദഖലൽ മദീന, മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുന്ന് മർജിഅഹു മിൻ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങും മദീനയിലേക്ക് എത്തിയില്ലേ, അപ്പോൾ അവിടെ ഒരു സ്വീകരണ പരിപാടിയാണ്, യുദ്ധത്തിനെ പറ്റി തിരിച്ചല്ലേ. ഖാല അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, യാ റസൂലല്ലാഹ് അതഅ്ദനു ലി അൻ അംതദിഹക, തങ്ങൾക്കൊരു മദഹ് പറയട്ടെ, എന്നൊരു പാട്ട് സമ്മതം തരണോ. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫുല്ലല്ലാഹു ഫാക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 2 നമ്പർ സറഹ് നോക്ക്. ദുആഉ ലിൽ അബ്ബാസി ബിസിയാനത്തി ഫമിഹി അൻ കുല്ലി ഖലലിൻ വ ഫസാദിൻ ഹിസ്സൻ വ മഅനൻ, ഹിസ്സിനാലോ മഅനയിലാലോ, എന്നാൽ ഹിസ്സ് എന്ന് പറഞ്ഞാൽ ലാഹിറിൽ മഅനയിലും ഒരു ഖലലും ഫസാദും നിങ്ങൾ സംസാരത്തിൽ കൂടി വരാതിരിക്കട്ടെ എന്നതിൻ്റെ ഒരു ദുആയാണ് ലാ യഫുല്ലല്ലാഹു ഫാക. വാചകമോടി തെറ്റാതിരിക്കട്ടെ, അപ്പോൾ ഉള്ള പോലെ ഹക്ക് പോലെ കൊണ്ട് പറയും. ഫഖാല അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടി, മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ നിലാലി വഫി ദശൽ തിരിയുന്നില്ല, അശ്രം ഉപ്പനോടെ പറഞ്ഞിട്ടില്ല. സാധാരണ ബഹറ തവീല് ബഹറ ബസീത്ത് എന്നൊക്കെ ബ്രാക്കറ്റ് കൊടുക്കും. എന്ന് പഴയൊക്കെ മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ നിലാലി വഫി മുസ്തൗദഇൻ ഹൈസു യുഖ്സഫുൽ വറഖൂ, വലിയ കസീദയാണ്, ചില്ലറ മാത്രം വെച്ചതാ. പിന്നെ ബശറുൻ അൻത വലാ മുദ്ഗത്തുൻ വലാ അലഖൂ ബൽ നുത്ഫത്തുൻ തർകബു السفീന വഖദ് അൽജമ നസ്റൻ വഅഹ്ലഹുൽ ഗർഖൂ تنقل من صالب إلى رحم إذا مضى عالم بدا تبقو. അങ്ങനെ പാട് ശമാസൻ്റെ എസരി എന്ന് പരിശോധിച്ചിട്ട് എനിക്ക് കുറേ കവിതറിയാലോ. 15ഓളം ശൈലികളുണ്ടല്ലോ. ചിലതിന് മൗലായൻ്റെ അസലുണ്ടാവും, ചിലതിന് സദാവത്തിൻ്റെ അസലുണ്ടാവും. അത് മനസ്സിലാകുന്നില്ല. അരമ്പഴ പാടുമ്പോൾ അങ്ങനെ ചില പാടുകയും ചെയ്യില്ല, അങ്ങനെ പത്തനം വന്ന് നിൽക്കില്ല.
വറത്ത നാറൽ ഖലീലി മുഖതതമാ ഫീ സുൽബിഹി അൻത കൈഫ യഹ്തദിഖൂ. പിന്നെ ഹത്ത ഹത്തവ ബൈതുകൽ മുഹൈമിനു മിൻ ഖിൻബിഫ് അൽയാ തഹതഹാ നുത്ഖൂ. وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق. ونحن في ذلك الضياء وفي النور وسبل الرشاد تختلقون. 8 വരി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തീർന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒപ്പിക്കാൻ നമ്മൾ കുറച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? മിൻ ഖബലിഹ എന്ന് പറഞ്ഞാൽ തങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് മുഖദ്ദസായ നൂറ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച് സ്വർഗത്തിൽ താമസിപ്പിക്കുമ്പോൾ ആദം അലൈഹിസ്സലാമിന് ആ നൂറിന് ഇട്ടു കൊടുത്തു ഒരു രംഗം. ആദം അലൈഹിസ്സലാമിനെ എന്താക്കി? പിന്നീട് ഭൂമിയിൽ മറ്റുള്ള പ്രവാചകന്മാരെ കൂടി ഇങ്ങനെ കൈമാറി കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല, അല്ലേ? ആദ്യം മങ്കൂസിൽ പറഞ്ഞില്ലേ, കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല. പിന്നെ ലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി ഫഅഹ്ബതനി അല്ലാഹു ഫീ സൽബി ആദം ഇലൽ അർദി, ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴും. പിന്നെ വജഅലനി ഫീ സഫീനതി ഫീ സുൽബി നൂഹ് വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിമ. ഓരോ കൈമാറി ഒന്നില്ലേ? അതാണ് മിൻ ഖബലിഹ എന്ന് പറഞ്ഞാൽ മിൻ ഖബലിൽ ഹുബൂത് ഇലൽ അർദ്, ഭൂമിയിലേക്ക് തങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തിബ്ത തങ്ങൾ തയ്യിബായിരുന്നു ഫീ ദിലാലിൽ ജന്ന, സ്വർഗത്തിന്റെ ദിലാലിലായിട്ടുണ്ട്. അപ്പോൾ ഹൈസു കുന്ത ഫീ സുൽബി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുൽബിലുണ്ടായിരുന്നു. വഫീ മുസ്തൗദഅ എന്ന് പറഞ്ഞ ഹവ്വാ ബീബിയുടെ മുസ്തദ, അതായത് അല്ലാഹു തആല പറഞ്ഞു മുസ്തഖർ മുസ്തൗദഅ. അപ്പം ഗർഭാശയത്തിന് എന്താ പറയുക? മുസ്തൗദഅ, ഒരു മദിയത്ത് വെക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാലോ, ആ ബീജം മദിയത്ത് വെച്ചിട്ട് കുറച്ചാലും കഴിയുമ്പോൾ വലിയൊരു മനുഷ്യനായിക്കൊണ്ട് പുറത്തു വരുന്നു, പിന്നെ അടക്കാരിയായി. അതാ മുസ്തൗദഅ. അൽ മൗളിഉ അല്ലദീ കാന ആദമ വഹവ്വാഉ ബിഹി ഫിൽ ജന്ന, അതാ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീബി സ്വർഗത്തിലായ ആ സ്ഥലം. അപ്പം അതാണ് ഇത് പറഞ്ഞത് മിൻ ഖബലിഹാ തിബ്ത ഫിൽ ദിലാലി വഫീ മുസ്തൗദഇൻ. എന്നിട്ടോ ഹൈസു യുഖ്സഫുൽ വറഖു എന്ന് പറഞ്ഞില്ലേ? പഴം തിന്ന അവസരത്തിൽ ഖുർആൻ എന്താ പറഞ്ഞേ? ഫതഫിക യഖ്സിഫ വബദത് ലഹുമാ സൗആതുഹുമാ ഫതഫിക യഖ്സിഫാനി മിൻ വറഖിൽ ജന്ന. സ്വർഗത്തിന്റെ ഇലകൾ എന്താക്കി കോർത്തിണക്കിയിട്ട് വസ്ത്രമാക്കി ഉപയോഗിച്ചു എന്ന് സൂറത്തിൽ ആറാഫിലുണ്ടാവില്ല. അപ്പൊ ഹൈസു യുഖ്സഫുൽ വറഖു എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് ഇല ചേർത്ത് വെച്ചിട്ട് എന്താക്കും? വസ്ത്രമാക്കുന്ന അസമയത്ത്. അതിപ്പോ എന്തായി? സ്വർഗത്തിലായി. ഇനി അടുത്ത സ്റ്റേജ് തങ്ങൾ നാട്ടിലേക്ക് വന്ന് നസൽത ഇലൽ അർദി, ഭൂമിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ലമ്മാ ഹബത ഇലൈഹ ആദമു, ആദം അലൈഹിസ്സലാം ഇറങ്ങുമ്പോൾ വഅൻത ഫീ സുൽബിഹി, തങ്ങളെ സുൽബിലിട്ട് ഭൂമിയിലേക്ക് എത്തി. ലാ ബശറുൻ അൻത വലാ മുദ്ഗത്തുൻ വലാ അലഖ, അന്ന് കാണപ്പെടുന്ന ഒരു ബശറായിരുന്നില്ല തങ്ങൾ. അതിൻ്റെ മുമ്പ് എന്താണ്? അലക്കത്ത് മുദ്ഗത്തല്ലേ? അതും ഉണ്ടായിട്ടില്ല. അലക്കത്ത് കഴിഞ്ഞിട്ടാണ് മുദ്ഗത്ത് ഉണ്ടാവില്ല. അപ്പം മുദ്ഗത്തിൽ നിന്ന് അലക്കിലേക്ക് അല്ലപ്പോ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങലില്ല. ബശറായിട്ടില്ല, മുദ്ഗത്തുമായിട്ടില്ല, അലക്കുമായിട്ടില്ല. പിന്നെന്തായിരുന്നു? പിന്നെ നുത്ഫത്തല്ല, ഏറ്റവും അടിയിലെ സ്റ്റേജ് നുത്ഫത്തായിരുന്നു. നുത്ഫത്ത്, അലക്കത്ത്, മുളകത്ത്, ആദ്യത്തെ 3 എണ്ണങ്ങൾ പോയി. പിന്നെ ബൽ നുത്ഫത്തൻ തർക്കബു സഫീന, സഫീനത്തിൽ തങ്ങൾ യാത്ര ചെയ്യുന്നു. വൽമുറാദു ബിഹി സഫീനത്തു നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലില് ഐ കുന്ത മുസ്തഖിറൻ ഫീ സുൽബി സാമി ബിൻ നൂഹിൻ ലമ്മാ റകിബ സഫീന. നൂഹ് അലൈഹിസ്സലാമിന്റെ മകനാണ് സാമ്. ആ സാമിൽ കൂടിയാണല്ലോ തങ്ങളുടെ കുടുംബം വരുന്നത്. സാമിൽ കൂടി നൂഹിലേക്ക് എത്തി. കപ്പലിൽ കയറിയപ്പോൾ നൂഹ് അലൈഹിസ്സലാമിലേക്ക് എത്തി.
അല്ലേ? എപ്പോഴ് വഖദ് അൽജമ അത് മുക്കിയിട്ടുണ്ട്. അൽ ഗറഖൂനെ ഫായിലത അൽജമൽ ഗറഖു വെള്ളപ്പൊക്കം മുക്കിയിട്ടുണ്ട്. നസ്റൻ ബഹ്ലഹു. നസ്ർ എന്ന് പറഞ്ഞാല് ആ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാർ ആരാധിച്ച 5 ദൈവങ്ങളുണ്ട് എന്നല്ലോ. ബദ്, സുവാഹ്, യഗൂസ്, യഊഖ്, നസ്ർ. ലാ തദറുന്ന ബദ്ദൻ വലാ സുവാഹൻ വലാ യഗൂസ വയഊഖ വനസ്റാ. 5 ആളില്ലേ? ആ നസ്റിനെ ആരാധിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നസ്ർ തുടങ്ങിയവരെ ആരാധിക്കുന്ന കാലം. 5 ഇലാഹിനെ ആരാധിച്ചല്ലോ. ആ സമയത്ത് വെള്ളം മാർഗം മുക്കിയിട്ടുണ്ട്. അൽജമൽ ഗറഖു ബിസബബി തൂഫാൻ. തൂഫാൻ കാരണത്താൽ മുക്കിയിട്ടുണ്ട്. ആരെ? നസ്റാൻ. നസ്ർ എന്ന ഇലാഹിനെ. വഹുവ അഹദു അസ്നാമി ഖൗമി നൂഹിൻ. നൂഹ് അലൈഹി ഇസ്ലാമിന് അസ്നാമി കാലത്തുണ്ടായ ഒരു സനമാണിത്. കമാ അൽജമ വഗറക അഹ്ല സനമി. ആ സനമിന്റെ അഹ്ലുകാരെയും നസ്റൻ വഅഹ്ലഹു അഹ്ലുകാരെയും മുക്കി. അല്ലദീ അബ്ദു അതിനൊക്കെ ആരാധിച്ചവർ. എന്നിട്ടോ തനക്കാലു മിൻ സാലിബിൻ ഇലാ റഹിമി. ഒരു സുൽബിൽ നിന്ന് ഒരു റഹിമിലേക്ക് തങ്ങൾ എന്താക്കും? ഇങ്ങനെ കൈമാറ്റം ചെയ്യും. അത് പിതാക്കന്മാർ. എന്ന് പറഞ്ഞ മാതാക്കന്മാർ. അപ്പം മുസ്തഖറിൽ നിന്ന് മുസ്തൗദയിലേക്ക്, മുസ്തഖറിൽ നിന്ന് മുസ്തൗദയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യും. 5 ഉണ്ടാവും. അല്ല പറഞ്ഞ് ഓരോ തെർത്തീബായിട്ടല്ലോ അവർ ആരാധിച്ചത്. അതാ ഇതാ മദാ ആലമുൻ. ഒരു ആലം, ഒരു തലമുറ കഴിയുമ്പോൾ ബദാ തബഖൂൻ. ഒരു ഇതാ കുല്ലമാ മദാ ആലമുൻ അൻത ഫീഹി. തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാലം കഴിഞ്ഞു പോകും തോറും അതെങ്ങനെ? ബിവാസിതത്തി മൻ കുന്ത ഫീ സുൽബിഹി. തങ്ങൾ ആരുടെ സുൽബിലായിരുന്നോ ഉണ്ടായിരുന്നത് അവരുടെ വാസിത്തയെ കൊണ്ട് ആലമിലുണ്ട്. ദഹറ തബഖൂൻ എന്ന ബദാ എന്ന് പറഞ്ഞാൽ ദഹറ വെളിപ്പെട്ട്. ബദാ തബഖുൻ ഐ ആലമുൻ ആഖറ തകൂനു ഫീഹി. ഇനി തങ്ങളടങ്ങുന്നതാകും അസ്ലാബിന്റെ ഒരു കാലം കഴിയുമ്പം അർഹാമിലേക്ക് വരും. അങ്ങനെ ഓരോ ആലമ് കൈമാറ്റം ചെയ്തിട്ട് വറത്ത എന്ന് പറയുന്നത് വറത്ത നാറൽ ഖലീൽ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കരിക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരുക്കിയ ആ തീയിൽ തങ്ങളുണ്ടായിരുന്നു. മൂക്കത്തമ്മൻ മറഞ്ഞെടുക്കുന്നവരായിട്ട്. وجعلني في سلب وصرف به وجعلني في سلب بنا الخليل إبراهيم عليه السلام حين ألقي في النار في سلبه أنت. ആ സുൽബിൽ തങ്ങളുണ്ട്. അപ്പൊ കൈഫ യഹ്തരിക്കു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന് എങ്ങനെ കരിയൂല? അതാ മുസ്തഖർ. അങ്ങനെ എന്താക്കി? തങ്ങൾ ജനിച്ച് വന്ന് തങ്ങളെ ആ ഉന്നതമായ വീട് മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അതാ അൽ മുറാദു ബിൽ ബൈത്ത് അഷ്റഫ് വൽ മുഹൈമിനു അശാഹിദുൽ മഹ്ഫൂദു മിനശ്ശൈൻ. എല്ലാ മോശങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കപ്പെട്ട ഏറ്റവും ഷാഹിദായി അറിയപ്പെട്ട ഒരു തറവാട്ടിൽ. അത് മിൻ ഹിന്ദിഫ് എന്ന് പറഞ്ഞാൽ, ഹിന്ദിഫ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഇല്യാസിന്റെ ഭാര്യയാണ്. അപ്പൊ ഇല്യാസ് ഒരു ഉപ്പ, അപ്പൊ ഒരു സുൽബായി. അവരുടെ ഭാര്യയിലേക്ക് നീങ്ങുമ്പോൾ ഒരു റഹിമായി. ഹിന്ദിഫ് അല്യാസ് അതിന്റെ ശർഹ പറയുന്നതാ. والمعنى احتوى شرفك يا رسول الله الشاهد على فضلك. തങ്ങളുടെ ഫളിലിന്റെ മേൽ അറിയിക്കുന്ന ഷാഹിദാകുന്ന ആ ഷറഫിന് എന്താക്കി ഒരുമിച്ച് കൂട്ടി. അല മക്കാനിൻ മിൻ നസബി ഖിന്ദിഫ്. ഖിന്ദിഫ് ആരാണ്? ബികസ്രിൽ ഖാഇ വദ്ദാൽ. ഖിന്ദിഫ് ഖാക്കും കസ്ർ കൊടുക്കണം, ദാലിനും കസ്ർ കൊടുക്കണം. വഹുവ ഫിൽ അസ്ലി അൽ മശ്യി ബിഹർവല. അതിന്റെ ഭാഷാർത്ഥം സുമ്മ ജഅല അലമൻ അലംറഅത്തി ഇല്യാസ് ഇബ്നു മുളർ. മുളർ എന്നവരുടെ മകനാണ് ഇല്യാസ്. ഇല്യാസിന്റെ ഭാര്യ. അപ്പൊ തങ്ങളെ മേലെയുള്ള ഉറുപ്പി അവർ ഉമ്മിയായി. ലമ്മാ ഖറജത്ത്, അപ്പൊ പേര് വന്നതിന്റെ വകുപ്പ്. ലമ്മാ ഖറജത്ത് തുഹർവിലു ബൈന ബനീഹ സലാസ.
ഇനി സുമ്മ ളറബ മസലൻ ലിന്നസബിൽ ആലി, പിന്നെന്താക്കി ഉന്നതമായ തറവാട് മഹിമക്ക് പറയും ഹിന്ദിഫിന്റെ തറവാട് ഇല്യാസിന്റെ ഉന്നതമായ വിശാലമായത്. അതായത് ഒരു മലയെ സങ്കല്പിക്കുന്നത്, ഈ മലന്റെ ടോപ്പ് മോസ്റ്റലി ഒരാൾ നിൽക്കുമ്പോൾ അതിന്റെ ചുറ്റുപാട് എന്താക്കും, ഇങ്ങനെ വിശാലമായ ഒന്നുണ്ടാവും. അതാണ് വൽ മുറാദു റിഫഅത്തു ശറഫി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗക കുല്ലി ശറഫി, എല്ലാ ഷറഫിന്റെ മേലെയും തങ്ങളെ ഷറഫ് വന്നു. കരിഫഅത്ത് ഖിമ്മത്തിൽ ജബൽ, ഒരു ജബലിന്റെ കൊടുമുടി വലിയ എന്നിട്ടോ ഫൗകൻ നവാഹി, അതിന്റെ പരിസരത്തിന്റെ മേലെ ഇങ്ങനെയല്ലേ മല ഉണ്ടായില്ലേ. അല്ലാഹു സാത്ത് തങ്ങൾ വലിയ ഉന്നതമായ കൊടുമുടിയിലുണ്ട്, പരിസരത്ത് എന്തുണ്ട്, അതിനേക്കാണോ ഏലം കുറഞ്ഞ കുറേ വിശാലമായ സ്ഥലങ്ങളുണ്ട്. എന്നിട്ടോ തങ്ങൾ ജനിച്ച അവസരത്തിൽ അശറക്കത്തിൽ നടന്നു, ഭൂമികൾ മുഴുവനും എന്തായി പ്രകാശപൂരിതമായി. തങ്ങളെ നൂറുകൊണ്ട് ആ പരിസരങ്ങൾ ചക്രവാളം മുഴുവനും പ്രകാശിച്ചു. നമ്മൾ ആ പറയപ്പെട്ട ലിയാഹിലാണ്. ഇത് വലാഅത്ത് ബിനൂരിക്കൽ ഫുക്കൂനടവും അത് തൊട്ട മുമ്പെന്ന് പറഞ്ഞ അശറക്കത്തിൽ പ്രകാശിച്ചു. അപ്പോൾ ഒരു ആമുണ്ട്, ഒരു ഖാസുണ്ട്. വഫീ നൂരി, അപ്പം നൂറ് ആമായി, ലിയാഹ് ഖാസുമായി. അപ്പോൾ ആ ലിയാഹിലും നമ്മളുണ്ട്, നൂറിലുമുണ്ട്. എന്നിട്ട് റഷാദിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വിട്ടു കിടക്കുകയാണ്. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ മറാത്തിബ് കയറിക്കിടക്കുകയാണ്. മേറാജിനെ പറ്റി ബുർദയിൽ പറഞ്ഞ പോലെ തഖ്തരിക്കും. ബൗലിൻ ആ ബൈത്താള തൽക്കാലം സമാപിച്ചെന്നേ ഉള്ളൂ. ഇനി حول مولده الشريف صلى الله عليه وسلم, ഈ മൗലിദ് മങ്കൂസ മൗലിദ് സുബ്ഹാന മൗലിദ് ജഗതിയ ഏടിനെ പറ്റിയല്ല. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ജനനം, ജനിച്ച സ്ഥലം, ഇതൊക്കെയാണ് ഭാഷാർത്ഥം. ജനനവുമായിട്ടോ ജനത്തിന്റെ സ്ഥലവുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് തങ്ങളെ മദഹ് എന്താക്കും പറയലിന് മൗലിദ് എന്ന് പറയും. അത് അച്ചടിച്ചിട്ടുണ്ടെന്ന് കിതാബിന് മൗലിദ് എന്ന് പറഞ്ഞു, മൗലൂദല്ല. എന്നിട്ട് വലൽ മൗലൂദ് ലഹു റിസ്ഖുഹുന്ന എന്ന ഖുർആൻ മൗലൂദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസംഗിച്ചാൽ എല്ലാ കാലത്തും കുട്ടികളുണ്ടാവില്ല, ചില തിരിനാടുണ്ടാകും. അപ്പം മനസ്സിലായി, നിങ്ങൾക്ക് വിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. വലൽ മൗലൂദ് ലഹു റിസ്ഖുഹുന്ന വലാ മൗലൂദ് നവജഅതിൻ വാലിദിഹി ശൈഅ. ആ മൗലിദ് ഏതാണ്? മങ്കൂസ. ഇപ്പം വലിയ തിരക്കുണ്ട്. മങ്കൂസ് കാഫ പറയേണ്ടതല്ല, മങ്കൂസ് കേഫ പറയേണ്ടി. കാഫും കേഫും ഇല്ലപ്പ. പള്ളിയുള്ളത് മാറ്റിച്ചാ അതിന് പറയുന്നത് എന്താണ്? അസ്ലാം മങ്കൂസ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് പിടിച്ചത്. തങ്ങളെ പ്രസവിച്ച അവസരത്തിൽ എന്നാ പിന്നെ അവിടെ വേറൊന്നില്ലെങ്കിലും പറ്റില്ല, അത് മാത്രം എടുത്തിട്ട് പേര് കൊടുക്കുന്നതിന്. ചുരുക്കത്തിലൊരു വിഭാഗം ഉണ്ടാക്കിയിട്ട് എന്താക്കണം, ദിവസേന യൂട്യൂബ് നോക്കിയാൽ വിഭാഗങ്ങൾ ഇങ്ങനെ കൂടി വരുന്നു. ആർക്കെല്ലാം ഉള്ള നേതാവാക്കുമ്പോൾ അതിന് പറയുകയാണ്. അത് പല മൗലിദിൽ നിന്ന് ചുരുക്കിയെടുത്തതാണ്. അതിനേറിയ ഭാഗം ബൈത്തലിലെ സുബ്ഹാനി എടുത്തതാണ്. അങ്ങനെ കുറേ ഇബാറത്തുകൾ. അഹ്യാ റബീഉൽ ഖൽബിന്ന് സുബ്ഹാനി നടത്തുന്നത് അത് കുറച്ച് ചുരുക്കിയിട്ട്. ഇത് മങ്കൂസിൻ്റെ എല്ലാവരും പറഞ്ഞ് മഹ്ദൂദങ്ങളാന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തത്വപ്പാട്ട് പാടുക എല്ലാം മഹ്ദൂദങ്ങളാണ്. അത് ഞാൻ ചേട്ടാ ആരാ തപ്പിയത്? ഉമ്മ. ആരാ കുപ്പന്നത്? ഉമ്മ. ആരാ ചോറുന്നത്? ഉമ്മ. അതോ എനിക്ക് ബഷീറത്തോടു കൂടി പറയുന്നതല്ല. ആരാ മഹന കിട്ടാബിൻ്റെ ജനതയും വളർന്നു, ആരാ മിൻഹാജ് ഉണ്ടാകുന്ന ജനതയും വളർന്നു. ഇങ്ങനൊന്ന് തത്തമ്മപ്പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്.
റസാലി ഇമാമാണ് മറ്റേ സുബ്ഹാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഖതീബുൽ മദനി എന്ന് പറഞ്ഞവരുണ്ടാക്കിയെന്ന് രണ്ട് ഖിലാഫ് പറയുന്നുണ്ട്. പക്ഷെ രണ്ട് ഇബാറത്ത് സഹീമായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ ഷറഫലന മൗലദിന് രണ്ട് മുസന്നിഫുകൾ ഉണ്ടാക്കിയ ഒരേ ഇബാറത്ത്. അതിന് സാരിഹികൾ എന്താ പറയുന്നത്? അള്ളാഹു തആല ഇൽഹാമാക്കി കൊടുക്കും. ഓരോ കൽബിലും അതേ ഇൽഹാം, ഇവരുടെ കൽബിലും അതേ ഇൽഹാം വരും. അതിന് സാരിഹ് എന്താ പറയുന്നത്? ഇന്നാലുണ്ടാക്കിയ ഷറഫല മൗലദിന്റെ ഷറഫും ആകാം, ഇന്നവരുണ്ടാക്കിയ മൗലിദിന്റെ ഷറഫും ആകാമെന്നാണ് അതിന് സാരിഹ് പറയുന്നത്. ഖതീബുൽ മദനി എന്ന് പറഞ്ഞത് ചിലർ റസാലി ഇമാമാണ് ലാസ്റ്റ് ഉണ്ടല്ലോ, വഖഫിനല്ലി മുഹമ്മദ് മുഹമ്മദീന്ന് ലാസ്റ്റ് സമാപനത്തിലുണ്ട്. ആ നസബ പറയുന്നതായിരിക്കാണ് റസാലി ഇമാമിനല്ലേ എന്ന് വെച്ചിട്ടാ പറയും. ഇത് ഓടിയപ്പോഴെങ്കിലും അപ്പൊ തങ്ങളുടെ ജനനമായിരുന്നു മഹഫൂഫൻ ബിൽ ഇക്റാമിൽ ഇലാഹി, ഇലാഹിയായ വലിയ ആദരവോടുകൂടി പൊതിയപ്പെട്ടതായിരുന്നു. അള്ളാഹുവിന്റെ പ്രത്യേകമായ ശ്രദ്ധ അതിലേക്ക് പറഞ്ഞിട്ട് ആ രൂപത്തിലാക്കിയെടുത്തതാണ്. വഖദ് അൽഹറല്ലാഹു തആല ഇൻദ വിലാദതിഹി ഖവാരിക വഗറായിബ, തങ്ങളുടെ ജനന സമയത്ത് ഒരുപാട് ഖാരിഖുല്ലാദത്തും അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്തിനാ? ഇർഹാസൻ ലിനുബുവ്വതിഹി, തങ്ങളുടെ നുബുവ്വത്തിന്റെ തുടക്കമാണ് ഇർഹാസും മുഅ്ജിസത്തും ഒന്ന്. പക്ഷെ വെല്ലുവിളി വരുമ്പോൾ ശത്രുക്കൾ പരാജയപ്പെടും എന്നുള്ള നിലയ്ക്ക് മുഅ്ജിസത്ത് എന്ന് പറയും. ഇതിലേക്ക് സൂചന നൽകും എന്നുള്ള നിലയ്ക്ക് ഇർഹാസ് എന്നും പറയും. വതംഹീദൻ ലിരിസാലത്തിഹി, റിസാലത്തിന്റെ ഒരു മുന്നൊരുക്കമാണത്. വഇഅലാനൻ ബിഅലീമി മർത്തബത്തിഹി, തങ്ങളുടെ ഉന്നതമായ മർത്തബനെ പറ്റി അറിയിക്കലുമാണ്. വഅന്ന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅനൻ കബീറ, തങ്ങൾക്ക് വലിയ ഒരു പദവി വരാനുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ സംഭവങ്ങൾ. ഫമിൻ ദാലിക, അതിൽ ഓരോന്നിങ്ങനെയുണ്ട്, എല്ലാം ഒന്നുമില്ല. മിൻ ദാലിക മിന്നിട്ടിട്ട് പറഞ്ഞു ഇന്തിശാറുൻ നൂർ, ഒരു പ്രകാശം പരക്കൽ എന്നുള്ളത്. എന്നിട്ടോ വംതിദാദു, അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. ഖറജ നൂറൻ സദാ ഹിജാബൻ നലാം വംതദ്ദ ഹത്താ ബുസ്റത മിന്നു ഉസൂറു ശാം ഇൻദ വിലാദതിഹി. തെളിവെന്താ? റവൽ ഇമാമു അഹ്മദു അൻ ഇർബാദ് ബിൻ സാരിയത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ഇൻദല്ലാഹി ഖാതമുൻ നബിയ്യീൻ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഞാൻ ഖാതമുൻ നബി തന്നെയാണ്, എനിക്ക് ശേഷം നബിയില്ല. വ ഇന്ന ആദമ അലൈഹിസ്സലാം അമർ ലമുൻജദിലും ഫീ തീനതിഹി, അവർ തീനത്തിൽ ഇങ്ങനെ കഴിയുകയാണ് എന്ന് പറഞ്ഞ അവർ ശരീരം തന്നെ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. പടക്കാനുള്ള തീനത്തുണ്ടല്ലോ, അതാ മുൻജദിലുൻ എന്ന് പറഞ്ഞാൽ എന്താ? قال الإمام القسطلاني يعني طريحا ملقا في الأرض, ഭൂമിയിൽ ഇങ്ങനെ കിടക്കുന്നു. കബല നഫ്ഖിർ റൂഹി ഫീഹി, റൂഹ് വന്നതിന് മുമ്പ്, അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഖാതമുൻ നബീനാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. വസ ഉഖ്ബിറുക്കും മിൻ ദാലിക, നമ്മൾ ബാബിന്റെ വിഷയത നൂറല്ലേ, അത് പറഞ്ഞു. വസ ഉഖ്ബിറുക്കും മിൻ ദാലിക, അതിനെപ്പറ്റി ഇതാ ഞാനിതാ പറഞ്ഞു തരും. ഇന്നി ദഅവത്തു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആന്റെ ഫലമാണ് ഞാൻ. വബിശാറത്തു ഈസ അലൈഹിസ്സലാമിന്റെ സന്തോഷവാർത്ത അറിയിച്ച ആ ബിശാറത്തും ഞാനാണ്. വറുയ ഉമ്മി, എൻ്റെ ഉമ്മ കണ്ട ഒരു റുയണ്ടല്ലോ, അല്ലത്തി റഅത്, അതും ഞാനാണ്. വകദാലിക ഉമ്മഹാത്തുൻ നബിയ്യീന യറൈന, നബിമാരുടെ ഉമ്മമാര് ഇപ്രകാരം കാണാറുണ്ട്. അല്ല, എന്താണത്? വഇന്ന ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാവ് റഅത് ഹീന വദഅതുഹു, തങ്ങളെ പ്രസവിച്ച അവസരത്തിൽ ആമിന ബീബി കണ്ട് നൂറൻ, ഒരു നൂറ് കണ്ട്. അല്ലാഅത് ലഹു ഖുസൂറു ശാം, ഷാമിലുള്ള ഖുസൂറുകളെല്ലാം അതിൽ നിന്ന് പ്രകാശിച്ചുകൊണ്ടോന്ന് പറഞ്ഞു. ഷാമിലേക്കല്ലേ തങ്ങളുടെ ദഅവത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഹൈസ വസല ജസദുഹു ശരീഫു ഇലൈഹി, അപ്പോൾ ദഅവത്ത് ഏതാണ്? ഫഹുവ ദഅവത്തു ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അല്ലദീ ദഅഹ ഫീ ഖൗലിഹി, കഅബം പൂർത്തിയാക്കിയിട്ട് ദുആ ചെയ്തല്ലേ, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക, എന്നിട്ടോ വയുഅല്ലിമുഹുൽ കിതാബ
വൽ ഹിക്മത വയുസക്കീഹിം 3 പണിയെടുക്കും. ഒന്നേതാണ് യത്ലു അലൈഹിം ആയാത്ത്, രണ്ടോ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, രണ്ടും പഠിപ്പിക്കും. 2 സബ്ജക്റ്റാണ്. പിന്നെ വയുസക്കീഹിം തസ്കിയത്തു. അങ്ങനെയുള്ള ആ റസൂലിനെ അയക്കണം എന്ന് വന്ന ആ ദുആയിൽ പറഞ്ഞ റസൂലാരാണ്? തങ്ങൾ. ഇനി ബിശാറത്ത് ഏതാ? ബിശാറത്ത് ഈസാ അലൈഹിസ്സലാം ഫീ ഖൗലിഹി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു റസൂലിനെ കൊണ്ട് ഞാനിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്താണ് അവരുടെ പേര്? ഇസ്മുഹു അഹമ്മദ് എന്നാണ് പേര്. ഖാദിയാനിയായമല്ല, അതിപ്പം പറയുന്നു. ഒരു കൂട്ടർ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ പല വിശ്വാസങ്ങളാണിപ്പം. അതിൽ ഒളിപ്പിച്ച വെച്ച മൊബൈൽ വന്നാലേ ഒളിപ്പിച്ച കിട്ടുള്ളൂ. 10 ആളെ കിട്ടുമെന്ന് വേണ്ട, അവർ പുറത്തു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നില്ല. തങ്ങൾ ജനിക്കുന്ന അവസരത്തിൽ കണ്ട ആ നൂറ് റുഹിയത്ത് ഐനിൻ, കണ്ടോ? കണ്ണുകൊണ്ട് കണ്ട നൂറ് തന്നെയാണ് മാനവിയല്ല. ഐനിൻ ബസരിയാതെ ബസർ കൊണ്ട് കണ്ട നൂറ്, അത് ഹെസിയ നൂറ് തന്നെയാണ്. അതിന്മേൽ അറിയിച്ചിട്ടുണ്ട്. ബഖിയത്തുൽ റിവായാത്ത്, ബാക്കിയുള്ള റിവായാത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ മാനവിയ നൂറായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദഹലാൻ എടുപ്പിച്ച്, ഗർഭകാലത്ത് കണ്ടത് നൂറ് മാനവിയാവാം, വയ്യ കണ്ടത് ബസരിയുമാവാം. കണ്ടുകൊണ്ടു وأخرج أبو نعيم عن أم سلمة رضي الله عنها أن آمنة والدة رسول الله صلى الله عليه وسلم തങ്ങളെ ഉമ്മ ആമിന ബീബിയെ തൊട്ടാ പറയുന്നത്. قالت لقد رأيت ليلة وضعه, തങ്ങളെ പ്രസവിക്കുന്ന രാത്രി ഞാൻ കണ്ടിട്ടുണ്ട് നൂറൻ, ഒരു നൂറ്. അല്ലാഹു ലഹു ഖുസൂറു ശാമി, ഷാമിന്റെ ആ മാളികകളെല്ലാം പ്രകാശിക്കുക, അത്രയും ദൂരത്തെത്തി. ഹത്താ റഅയ്തുഹ, അങ്ങനെ ആ നൂറിന് ഖുസൂറുകളെ ഞാൻ കണ്ടു എന്നാ പറഞ്ഞു. അപ്പൊ ഖുസൂറുകളെ കാണത്തക്ക രൂപത്തിൽ പ്രകാശം വരക്കണമെങ്കിൽ അത് ഹിസ്സിയാവാൻ നിൽക്കണം. ഖുസൂർ ഹിസ്സിയാണല്ലോ. വറവാ മുഹമ്മദ് ഇബ്നു സഅദ് മിൻ ഹദീസിൻ ജമാഅത്തിൻ, ഒരു ജമാഅത്തിന്റെ ഹദീസാണ്. മിൻഹും, ആ കൂട്ടത്തിലുണ്ട് അത്താഹുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുണ്ട്. അത്താവും ഇബ്നു അബ്ബാസ് തങ്ങളും അടങ്ങുന്ന ഒരു സംഘം. അന്ന ആമിനത ബിൻത് വഹബിൻ റളിയല്ലാഹു അൻഹ, വഹബിന്റെ മകളാണ് ആമിന. ഖാലത്ത് ലമ്മാ ഫസല ഐ വൂരിദ മിന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് എന്താക്കി പിരിഞ്ഞു. തഅനി നബിയ, നബി സല്ലല്ലാഹു ഉദ്ദേശിച്ചുകൊണ്ടവർ. ഖറജ മഅഹു നൂറുൻ, ഒരു നൂറ് പുറപ്പെട്ടു. അല്ലാഹു ലഹു മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ളതെല്ലാം പ്രകാശിച്ചു. സുമ്മ വഖഅ അലൽ അർളി, അങ്ങനെ ഭൂമിയിലേക്ക് തങ്ങൾ ജാസിയൻ അലാ റുക്ബതൈഹി, രണ്ട് മുട്ടും കുത്തിയിട്ടാണ് സുജൂദിന്റെ ഏതാണ് പോലെ. വൈത്തമത്തിനാലായതേഹിതല്ലേ നമ്മൾ അരീതി വളരെ ബൃഹത്തായ സംഗതിയിൽ വെച്ചിട്ടുണ്ട്. وعن عثمان بن عبد الله عن أمه أم عثمان الثقفية الصحابية أم عثمان واسمها فاطمة بنت عبد الله എന്നാണ് ഉമ്മ ഉസ്മാന്റെ ശരിയായ പേര്. ഇതിന്റെ ഉമ്മ ഉസ്മാൻ. പിന്നെ أنها قالت, ബീബി പറഞ്ഞു, لما حضرت ولادة رسول الله صلى الله عليه وسلم, തങ്ങളുടെ വിലാദത്തിന് ഞാൻ ഹാജറായി. റഅയ്തുൽ ബൈത, അങ്ങനെ ആ ബീബി കിടക്കുന്ന റൂമുണ്ടല്ലോ അതിൽ ഞാൻ കണ്ട്. ഹീന വഖഅ, പ്രസവിച്ചപ്പോൾ ഐ നസല മിൻ ബത്നി ഉമ്മി, അതിം തലഅ നൂറൻ, നൂറിനാൽ അത് നിറഞ്ഞിരിക്കുകയാണ്. നുജൂമുകളെ കാണുന്നു. തദിനു, അതിങ്ങനെ അടുത്ത് വരികയാണ്. എന്റെ മേലേക്ക് വീണേക്കുമോ എന്ന് വരെ ഞാൻ പേടിച്ചു. പ്രസവിച്ചപ്പോൾ ആ റൂമും ദാറും, അപ്പൊ ഇവിടെ ബൈത്തും ദാറും പറയുമ്പോ എന്താ, ബൈത്ത് പ്രത്യേക റൂമായി, പിന്നെ ദാറ് മൊത്തത്തിൽ പോയി.
ഹത്താ ജഅൽതു ലാ അറാ ഇല്ലാ നൂറ, പിന്നെ നൂറല്ലാത്ത മറ്റൊന്നും കാണാനില്ല. ആ രീതിയിലായി. ونقل في السيرة الشامية عن الشيخ أبي شامة رضي الله عنه أنه قال وقد كان هذا النور الذي ظهر وقت ولادته صلى الله عليه وسلم വിലാദത്തിന്റെ സമയത്ത് പ്രത്യക്ഷപ്പെട്ട ആ നൂറ് ഖദിസ്തഹദ ഫീ ഖുറൈശിൻ, ഖുറൈശികളിലാകെ പ്രസിദ്ധമായിട്ട് വകസറ ദിക്റുഹു ഫീഹിം, അവരുടെ അത് സംസാര വിഷയമായി മാറി. നൂറ് കണ്ടുപോലും. وإلى ذلك الأشار العباس കഴിഞ്ഞ പാദത്തിലുണ്ട്. وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق وفنحن في ذلك الضياء وفي النور وسبل الرشاد تختلق എന്ന് അബ്ബാസ് തങ്ങൾ ഇശാറത്താക്കി ആ നൂർ അതായിരുന്നു. وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق. وظهور هذا النور عند ولادته صلى الله عليه وسلم, വിലാദത്തിന്റെ നേരത്തെ ഈ നൂറെന്തിനാണ്? അത് ഇശാറത്തുൻ ഇലാ മാ യജീഉ ബിഹി, തങ്ങൾ കൊണ്ടുവരുന്നൊരു കാര്യം നൂറുമായിട്ടാണ് വരുന്നത് എന്നറിയിക്കാനാണ്. നൂറ് പോലെ അലാഹ എന്ന് പറഞ്ഞ മാതിരി തങ്ങൾ നൂറാണ് കൊണ്ടുവരുന്നത് എന്നറിയിക്കാനാണ്. മിൻ ദാലിക നൂറിൽ ലദീ യഹ്ദി ബിഹിൽ ആലം, അങ്ങനെയാണ് ലോകത്തിനെ മുഴുവൻ ഹിദായത്തിലാക്കുന്ന നൂറ്. വയുസീലു ബിഹി ളുലുമാത്തിൽ കുഫ്രി, കുഫറിന്റെ ളുലുമാത്ത് ദൂരീകരിക്കും എന്ന് കാണാനാണ്. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. കണ്ടോ, അള്ളാഹുവിന്റെ വക്കൽ നിന്ന് ഒരു നൂറ് വന്ന് എന്ന് പറഞ്ഞാൽ നൂറാരാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനെയാണ് നൂർ. കിതാബും മുബീനും വന്നു, കൊണ്ടുവന്ന കിതാബും. യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അപ്പോൾ യഹ്ദി എന്ന മഫ്ഊലാണ്, ഇത് സുബുലസ്സലാം. യഹ്ദി സുബുലസ്സലാം. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇذനിഹി وبذلك النور الذي جاء به من عند الله, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് കൊണ്ടുവന്ന ആ നൂറ് കൊണ്ട് നവ്വറൽ ബസായിർ, എല്ലാ ബസീറത്തുകളെയും പ്രകാശിപ്പിച്ചു. വാഹിജൽ ഖുലൂബൽ മൈത, നിർജീവമായ കൽബുകളെ ഹയാത്താക്കി. വഫതഹൽ അയ്നൽ അംജ, കുരുട് ബാധിച്ച കണ്ണുകളെ തുറന്നു. വൽ ആദാന സമ്മാ, ചെവിട് കേൾക്കാത്ത ആദാനുകളെയും തുറന്നു. അത് ഹദീസാണല്ലോ. حتى يقول به الملك بأن يكون لا إله ويفتح به أعينا عميا وآذانا صما وقلوبا غلفا. ومن العجائب التي ظهرت عند ولادته صلى الله عليه وسلم, പ്രസവിക്കുന്ന അവസരത്തിൽ ഉണ്ടായ അജായിബ് ഒന്നുണ്ട്. നൂർ അതാ ഒന്ന് മാ അഖ്റജഹുൽ ബൈഹഖി വഅബൂ നുഐമൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരാണ് ഹസ്സാൻ? ഷാഹിറുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസൻസിലുള്ള ഒരു കവിയായിരുന്നു. എന്നീല ഗുലാമുൻ, ഞാൻ ചെറിയ കുട്ടിയാണ്. മുപ്പർ പറയുന്നു അതെ ഹസ്സാൻ. ഇത് നമ്മൾ എന്താക്കി ദലായിലുണ്ട്, മുമ്പത്തിൽ ഓതിയിട്ടുണ്ട്. ഇബ്നു സബഇ സിനീൻ ഔ സമാൻ, ഒന്നിക്കിൽ 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ്. കണ്ടോ, മുമ്പർ ഒട്ടാകെ ജീവിച്ചത് അന്നഹു ആശം 120 സന, 120 വയസ്സ് ജീവിതമുണ്ടെന്ന്. അബീഹി വജദ്ദിഹി വഅബീ ജദ്ദിഹി. കണ്ടോ, ഓർ ഉപ്പയും ഉപ്പാപ്പയും ഉപ്പാപ്പാൻ്റെ ഉപ്പെല്ലാം ഉണ്ടാകുന്ന ദൈവം നീണ്ട ആയുഷ്കാരാണ്. വമാത സനത 54 ഹിജ്റ 54 ഉറപ്പാത്ത്. ഹസൻ തങ്ങളാ പറയുന്നത്. ആഖിലുമാ റഅയ്തു വസമിഅതു, ഞാൻ കാണുന്നതും കേൾക്കുന്നതൊക്കെ എനിക്ക് വളരെ ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. ഇതാ യഹൂദിയുൻ, അപ്പോൾ യഹൂദിയുണ്ട്. ഒരു പകല സമയത്ത്, അതായത് സുബഹിന്റെ സമയത്ത് വിളിച്ചു പറയുന്നത്, യാ മാശറ ഖുറൈശ്, ഖുറൈശികളുടെ കൂട്ടമേ, ഹൽ വലിദ ഫീകുമുൽ ലൈലത മൗലൂദ്, ഇന്നത്തെ രാത്രിയിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചു. അവിടെ മൗലൂദ് എന്ന് പറഞ്ഞപ്പോൾ മറ്റേ മൗലൂദ് വരണ്ടേ അല്ലേ?
ഖാലു അവരൊക്കെ പറഞ്ഞു ലാ നഅലം അങ്ങനെ ജനിച്ചത് അറിയില്ല. ഖാല ഉൻദുറു എന്ന പലതി നോക്കി ജനിച്ചിട്ടുണ്ട്. ഫഇന്നഹു ഉലിദ ഫീ ഹാദിഹിൽ ലൈലത്തി നബിയ്യു ഹാദിഹിൽ ഉമ്മ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ നബിയായ ഒരു കുട്ടി ഇന്നത്തെ രാത്രി ജനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. റവാഹുൽ ഹാക്കിമു വറവാഹു യാഖൂബ് ബിൻ സുഫിയാൻ ബിഇസ്നാദിൻ ഹസനിൻ കമാ ഖാല സാഹിബുൽ ഫത്ഹ്. ഇനി മറ്റൊന്ന് ومن نجائب ولادته صلى الله عليه وسلم വിലാദത്തിന്റെ അജായിബിൽ പെട്ടതാണ് അദ്ദാലത്തി അലാ നുബുവ്വതിഹി തങ്ങളുടെ നുബുവ്വത്തിന്റെ മേൽ അറിയിക്കുന്നത്. ഇഹ്തിസാസു ഈമാനി കിസ്റാന്റെ കൊട്ടാരം എന്നിങ്ങനെ വിറവിറച്ചി ഈമാനു കിസ്റ വന്നിട്ടോ അതിങ്ങനെ പൊട്ടി അതിന്റെ ഗോപുരങ്ങളിൽപ്പെട്ട 14 തകർന്നു വീണു. അതേ ഹാലത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാണാൻ പോയ ആൾ നമ്മളോട് പറഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ല. കാണാൻ പോയ ആള് പറഞ്ഞു കണ്ടിട്ട് ഇങ്ങനെ കീറിയിട്ട് ഏകദേശം കുഴപ്പമുണ്ടാവും, വീട്ടിൻ്റെ അകലുണ്ടാവും. തങ്ങള് ഫാറൂഖ് തങ്ങള് ഫാറൂഖ് തങ്ങള് രാത്രിയപ്പം കണ്ടു പറഞ്ഞു. കമാകാലൽ ഹാഫിദ് സുർഖാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൻഷക്കൽ ഈമാനോ ആ ഈമാൻ പൊട്ടിയെന്നുള്ള അത് എടുത്തതിലെന്തോ കുഴപ്പമുണ്ടായത് കൊണ്ടല്ല. കാരണം ഇറാഖിൽപ്പെട്ട മദാഇനിൽ അതിന്റെ കെട്ടിടങ്ങനെയാണ് മുഹക്കമ, വളരെ കെട്ടുറപ്പുള്ളത്. ഏത് കാലത്ത് വെള്ളം കയറിയാൽ താരാത്ത രൂപത്തിലുള്ള നല്ല സ്ട്രോങ് കെട്ടായിരുന്നു. കിബാരി വലിയ പാറ ഇഷ്ടയുണ്ടല്ലോ, അതുകൊണ്ടാണ് എടുത്തത്. എന്ന് പറഞ്ഞാൽ കുമ്മായം. ഇപ്പോഴത്തെ സിമെന്റിനും പറയും. ശംഖുഹു അതിന്റെ കാലവരം വരണ്ടല്ലോ 100 നിറാഹിൻ 100 നിറാഹ്. ഒരു നിറാഹിനത്തിനാണ് 40 മിനിറ്റ് കൂട്ടിയിട്ട് എത്രയായി? 40 ഗുണിക്കണം 100 1000. അപ്പൊ 4000 സെന്റിമീറ്റർ കിട്ടിയത്. അപ്പൊ എത്രയായി? അങ്ങനെ 100 കൊണ്ട് കിട്ടും 40. അതുപോലെ നീളം അത്തരത്തിലുണ്ട്. ഹാറൂൻ റഷീദിന്റെ കാലത്ത് അത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു. അതുകൊണ്ട് ലമ്മ ബലഹു അന്ന തഹതഹു മാലൻ അസീമൻ, എൻ്റെ അടിയിൽ വലിയ നിധിയുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ പൊളിക്കാൻ സാധിച്ചിട്ടില്ല എന്ന്. അതെന്താകണം? എപ്പം തന്നെ ഇത് കാണാവുന്ന ബാക്കിയാവണം. വൈന്നമാറാദല്ലാഹു തആല അൻയകൂന ദാലിക ആയതൻ ബാഖിയതൻ അലാ വജ്ഹിൽ നർളി ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമുഖത്ത് ഒരു ആയത്തും ബയ്യനത്തായിരിക്കട്ടെ. ആർക്കുള്ള ആയത്തും ബയ്യനത്തിൽ? നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഖദ് ദക്കറൽ ഹാഫിദ് ഇബ്നു കസീർ ഫിൽ ബിദായ, അത് കിതാബിന്റെ പേര് അൽ ബിദായത്ത് വന്നിഹായ, 20 മുജല്ലദുണ്ട്. ഫസ്ലൻ ഖാസ്സൻ, ഒരു പ്രത്യേകമായ ഖാസ്സായ ഫസ്ൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫീമാ വഖഅ മിനൽ ആയാത്തി ലൈലത മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ജന്മത്തിന്റെ രാത്രിയിൽ വദക്കറ ഫീഹാ. അപ്പൊ അതിന് പ്രത്യേക ഒരു ഫസ്ൽ തന്നെ കിട്ടി. അതിൽ പറഞ്ഞെന്താ? ളുഹൂറുൻ നൂരി മഅഹു, അതിപ്പോ നാം വിശദീകരിച്ചു. ഭൂമിയിൽ മുട്ടുകൊത്ത് സുജൂദിന്റെ കോലത്തിൽ വരുന്നു. ആകാശത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ട് ജനിച്ച ആ വീട്ടിന് മുഴുവനും പ്രകാശം പരക്കലി ഓരോന്നോരോന്നുണ്ട്. പിന്നെ അവരൊക്കെയുള്ള അടുത്ത് ബീബി പറഞ്ഞില്ല, ഞാൻ എൻ്റെ അടുത്ത് എത്തിപ്പോന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി കിസ്റാന്റെ ഈവാൻ എന്തായി? പൊട്ടി. അതിലുള്ള ഗോപുരങ്ങളാകെ അടർന്നു വീണു. വഹമൂദ് നീറാൻ അത് നേരത്തെ പറയാത്തതാണ്. തീ കെട്ടുപോയി.
അതൊക്കെ നമ്മൾ വിശാലമായി ചോദിച്ചിട്ടുണ്ട്. മൂബദാൻ എന്ന് പറഞ്ഞ ഒരു അവസരത്തിലുള്ള ഒരു പണ്ഡിത നേതാവ്, അദ്ദേഹം എന്താ കണ്ടത്, ഇത് ഒട്ടകത്തും കുതിരയും, കുതിരൻ എന്താക്കുന്ന ഒട്ടകം നയിക്കുന്നത് കണ്ടു. അപ്പൊ കുതിര എന്നുള്ളത് പേർഷ്യക്കാരതാണ്, ഒട്ടകം എന്നുള്ളത് അറബികളാണ്. അപ്പൊ അറബികൾക്ക് നേതൃത്വം കിട്ടിയിട്ട് ഫാർസിയാകണം നിയന്ത്രിക്കുന്നതാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അത് നമുക്ക് കണ്ണൂർ വിശദമായി ചോദിക്കുന്നുണ്ട്. ഇതല്ലാത്ത വേറെ പല ദലാലാത്തുകളും ഉണ്ട്. എന്നിട്ടോ അതിൽ വന്ന എല്ലാ അഖബാറുകളെയും മൂപ്പർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല തരീഖിൽ കൂടി അതിന്റെ സനദ് പറയും. അപ്പൊ ഒരു കിതാബായി كما أن الحافظ بن حجر رضي الله عنه ذكر في الفتح الباري പറഞ്ഞിട്ടുണ്ട് جملا من علامات النبوة قبل المبعث, തങ്ങളെ റസൂലാക്കി നിയമിക്കപ്പെടുന്നതിന് മുമ്പുള്ള വിശത്ത്, അതിന്റെ മുമ്പുണ്ടായ അലാമാത്തുകളെ. ثم قال, പിന്നീട് ഹാഫിദ് പറഞ്ഞു, ومما ظهر من علامات نبوته صلى الله عليه وسلم, നബുവ്വത്തിന്റെ അലാമാത്തിൽ പെട്ടതാണ് ഇന്ന് മൗലിദിഹി, തങ്ങൾ മൗലിദിന്റെ നേരത്ത് പ്രത്യക്ഷപ്പെട്ടത്. وذكر الأحاديث الواردة في ظهور النور, ആ നൂറിന്റെ പ്രകാശത്തിന്റെ പറ്റി പറഞ്ഞ ഹദീസുകൾ അവതരിപ്പിച്ചു. ഓരോ കിതാബ് പറയും. അതെന്തിനാ പറഞ്ഞു എന്ന്, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈമാൻ യഖീൻ കൂടാനും തീരെ വിശ്വസിക്കാത്ത ആൾക്ക് കുറെ തെളിവുകൾ നല്ലോണം പറഞ്ഞാൽ വിശ്വാസം വന്നേക്കാമല്ലോ. അതാ മുപ്പർ പറയുന്നത്. ثم قال في حديث مخزوم بن هانئ المخزومي عن أبيه رضي الله عنه قال وكان قد أتت عليه 50 و100 سنة, 150 വയസ്സെത്തിയിരുന്നു ഈ പറഞ്ഞ. قال لما كانت الليلة التي ولد فيها رسول الله صلى الله عليه وسلم, രാത്രി വന്നപ്പോൾ ഇൻകസറ ഈവാനു കിസ്റാന്റെ കൊട്ടാരം തകർന്നു. വസഖതത് മിൻ 14 ശുർഫൻ, 14 ഗോപുരങ്ങൾ തകർന്നു വീണു. വഹമദത്ത് നാറു ഫാരിസ, പേർഷ്യക്കാർ ആരാധിച്ചു വരുന്ന 4 കെട്ട്. വലം തഹ്മദ് ഖബല ദാലിക ബി1000 ആമിൻ, അതിന് മുമ്പ് 1000 കൊല്ലമായിട്ട് കെട്ടിട്ടിലേക്ക് തുടർച്ചയായിട്ട് കത്തിക്കലാണ്. വഖാലത്ത് ബുഹൈറത്തു സാവ, സാവന്റെ അടച്ചിട്ട് തടാകമുണ്ട്, അത് വെറ്റി. ഇനി വറഅൽ മൂബദാൻ ഇബ്ലൻ സിആബൻ തഖൂദു ഖൈലൻ നിറാബ, മൂബദാൻ കണ്ടെന്താണ്, ഇബ്ലൻ സിആബ് ഒട്ടകത്തിനെ കണ്ട്, അത് തഖൂദു ഖൈലൻ നിറാബ, മുന്തിയ കുതിരകളുണ്ടല്ലോ. അപ്പം അറബികൾക്ക് നേതൃത്വം കേട്ടിട്ട് പേർഷ്യക്കാരെ ഭരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞത്. അത് ഖത്താന്റെ ദജ്ല, അത് യൂഫ്രട്ടീസ് നദി വിട്ടുകിടക്കുന്നുണ്ട്. വന്തശരത്ത് ഫീ ബിലാദിഹ, എന്നിട്ട് ആ ദജ്ലയുള്ള നാട്ടിൽ അത് പരന്നു. അങ്ങനെ ഫലമ്മ സുബ്ഹ കിസ്റ നേരം വെളുത്തപ്പോൾ ഈ കണ്ടതൊക്കെ ജട്ടലും വെപ്രാളും ഉണ്ടാക്കി. ഇതെല്ലാം കണ്ടത് മിനിസ്വാനി. അങ്ങനെ ആ നാട്ടിലുണ്ടായ മുഴുവൻ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ ഇതിന്റെ പൂർണ്ണ വിവരം അറിയാൻ വേണ്ടി ഫാർസലുവില സതീഹിലേക്കാണ് അയച്ചത്. അതും നമുക്ക് കണ്ണൂർ വിശാലമായി ചോദിച്ചിട്ടുണ്ട്. സതീഹ് എന്ന് പറഞ്ഞാൽ ഈ മൂബദാന്റെ കാരണോറാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ശരീരത്തിൽ എല്ലുന്നില്ലെങ്കിനോ മടക്കി പിടിക്കലാന്നെല്ലാം പറഞ്ഞു. അൽ ഖിസ്സ, ആ കിസ്സ നോക്കിയോ. وذكر ذلك أيضا الحافظ القسطلاني إمام പറഞ്ഞു وعزاه إلى البيهقي وأبي نعيم, എന്നിട്ടോ ബൈഹഖി ഇമാമിലേക്കും അബൂ നുഐമിലേക്കും ചേർത്ത് പറഞ്ഞു. അത് ഖസ്തലാനി വൽ ഖറായിതി വബിൻ അസ്റാഖ് വബിൻ ജദീർ. അപ്പം മൂപ്പർ എന്താക്കും, ഒരുപാട് കിതാബിന്റെ തെളിവുകളാണ് കൊണ്ടുവന്നത്. അതാ വഇന്നമാ ദകർനാ ദാലിക അൻ ഹൗലാഇൽ ഹുഫാദിൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളും ഹദീസ് മനപ്പാടമാക്കിയ ഹാഫിളീങ്ങളുമായ അവരെ തൊട്ട് രോഗം ബാധിച്ച കൽബുകൾക്ക് ഹുജ്ജത്താവട്ടെ എന്ന് എഴുതിയിട്ടാണ്. അല്ലെങ്കിൽ മൂപ്പർ ബർഗനെ പറഞ്ഞാലും നമുക്ക് അറിയാലോ.
ബാബിസായിക അല്ലെങ്കിലോ ഹക്കിൽ നിന്ന് വ്യതിചലിച്ചു പോയ കൽബ് അങ്ങനെ. ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താകണം? യഖീനും ഖുവ്വത്തും വർദ്ധിക്കാനുമാണ് ഇത്രത്തോളം തെളിവ് തിരിച്ചത്. ഇനി വമിനൽ ഇർഹാസാതി വൽ മുഖദ്ദിമാതി ലിനുബുവ്വതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഹാസാത്തിൽപ്പെട്ടതാണ് അല്ലതി വഖഅത്ത് ഖബല വിലാദതിഹി ജനിക്കുന്നതിന് മുമ്പ് പെട്ടത്. ഖിസ്സത്തു അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ അലം തറ കൈഫ കാന റബ്ബുക അത് വകൈഫ അർസലല്ലാഹു തആല തിൽക തൈറൽ അബാബീൽ ആ അബാബീൽ എന്ന പക്ഷിനെ അല്ലാഹു തആല അയച്ചത് നോക്ക്. അതങ്ങനെ അൽ മുതവാസില അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒന്നിന്റെ പിന്നാലെ ഒന്നായിട്ട് വരും. ആകെ അബാബീൽ പക്ഷിന്റെ നമ്മളെ പൊടി പക്ഷി എന്ന് പറയുന്ന പക്ഷിന്റെ വിൽപ്പം അതെന്താക്കും? ശത്രുക്കളെ കൊന്നൊടുക്കും. അതുപോലെ അതിന്റെ ഏറിന് പതിയും. അതിന് കൊടുത്ത ലക്ഷ്യസ്ഥാനം ഉണ്ടല്ലോ, ഇന്ന കല്ല് ഇന്നാളെ കലയില് മൂന്നാവില് വെള്ളാൻ കലയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോക്കാം. ഞാൻ തൊമ്പറിലെ കൂടി പുറത്തു പോകും. പോക്കോടുകൂടി എല്ലാം ഇരിക്കുന്നുണ്ട്. ഒരാളും അതിൽ നിന്ന് പഠിച്ചു പോയിട്ടില്ല. അതൊക്കെ ഓരോ ഇതാണ്. അവരെന്താക്കി അല്ലാഹു തആല അടിച്ചമർത്തി തോൽപ്പിച്ചത്. അബ്ദുൽ മുത്തലിബിന്റെ ദുആയും ഉണ്ടല്ലോ. ഇതെല്ലാം എന്തിനാണ്? പരിശുദ്ധമായ കഅബ ശരീഫിനെ സംരക്ഷിക്കാനാണ്. അല്ലദീ ഹുവ ഖിബ്ലത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിബ്ലയാണ്. അതിന് മുമ്പ് ഖിബ്ലയുണ്ട്, പക്ഷേ കഅബത്തിലേക്ക് മാറ്റലോടുകൂടി അതിനതാ തഖല്ലബ വജ്ഹിക ഫിസ്സമാ ഇപ്പത്തേക്ക് തിരിയല്ലേ. അവരുടെ മുസല്ലയുമാണ് നിസ്കാരത്തിന്റെ ഭാഗം. അതുപോലെ ഹജ്ജിന് പോകുന്നതും അടുത്തേക്കാണല്ലോ. ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾക്ക് ഒരു ഖിയാമ ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ് എന്ന് പറഞ്ഞ സൂചന. ഇത് ഖിയാമൻ ലഹും ഇലാ യൗമിൽ ഖിയാമ. ഓടുന്നുണ്ടോ? ഇതുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ഇറക്കപ്പെട്ട ഖുർആൻ ആ വമ്പിച്ച നിഅമത്തിനെ അല്ലാഹു തആല എടുത്തു പറയുകയാണ്. ഫാദിലെന്നാണ് വേണ്ടത്. അത് അച്ചടിയിൽ എന്താണ് സംഭവിക്കാറ് തന്നെ. അല്ല, ഇബാദത്തിന് ഒരു കുരുട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തിരിച്ചു ഇവിടെ എന്തുകൊണ്ട് അത് പുള്ളിപ്പെടുത്താൽ മതി. അല്ല, ഫസലെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പിന്നെ കണ്ട പോലെ വായിക്കാൻ വേണ്ടി അവൻ പഠിച്ചിട്ടുമില്ല, ഉള്ള പോലെ വായിക്കാനാണ് പഠിച്ചത്. ആ ഫദ്ല് കൊണ്ടുണ്ടാക്കണം അല്ലാഹു തആല നിഅമത്തെടുത്ത് പറയുകയാണ്. അന്നഹു സുബ്ഹാനഹു വതആല തവല്ല ബിനഫ്സിഹി ദിഫാ അൻ ഹാദൽ ബൈത്ത്. ഈ കഅബത്തിനെ ആക്രമിക്കുന്നവരെ തൊട്ട് തടുക്കൽ എന്നുണ്ടെന്ന് അല്ലാഹു തആല തന്നെ സ്വയം ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞല്ലോ, അങ്ങനത്തെ ആയുധങ്ങളും എല്ലാം ചെറുത്തുക്കാനും കഴിയില്ല, ഇത് പ്രതിശിക്ഷ സംഗതിയല്ല. ഇനി അല്ലാഹു തആല വിട്ടുകൊടുത്തു. അല്ലദീ സയകൂനു മുസല്ലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുസല്ലയാണത്. വമഹജ്ജഹു തങ്ങൾ ഹജ്ജിന്റെ സ്ഥലവുമാണ്. വമുഅ്തമറഹു ഉംറ ചെയ്യുന്ന സ്ഥലവും അതാണ്. فقال سبحانه وتعالى ألم تر كيف فعل ربك بأصحاب الفيل എന്ന സൂറത്ത് തീരോളം മുറിഞ്ഞു. ഇനി താരീഖ് മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച താരീഖ്. വകാന മൗലിദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആമിൽ ഫീൽ.
അമൽ ഫീൽഡ് ബഅദൽ വാഖിഅ ആ സംഭവം കഴിഞ്ഞിട്ട് ബിഖംസീന യൗമൻ 50 ദിവസം ثاني عشر شهر ربيع الأول ربيع الأول മാസത്തിന്റെ 12 عند جمهور العلماء وكان من الله هذا القول هو الذي عليه المحول إنهم هذه الجملة 12 ليالي خلون من ربيع الأول وهذا القول هو الذي عليه المحول അപ്പോൾ عند طلوع الفجر ഫജ്ർ വെളിപ്പെടുന്ന നേരത്ത് മിൻ യൗമിൽ ഇസ്നൈൻ തിങ്കളാഴ്ച ബല്ല ഡേറ്റ് ആയിട്ട് റബീഉൽ അവ്വൽ അപ്പോൾ ആമുൽ ഫീൽ സംഭവം കഴിഞ്ഞ 50 ദിവസം അതുപോലെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം തുലൂഉൽ ഫജ്ർ കമാ ജാഅ ഫീ സഹീഹ് മുസ്ലിം അൻ നബി ഖതാദ റളിയല്ലാഹു അൻഹു ഫീ ഹദീസിൻ തവീൽ അല്ലറിയ വഫീഹി ആ ഹദീസിലുള്ളത് വസുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് അൻ സൗമ യൗമിൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം നോമ്പ് അല്ലേ فقال ذاك يوم ولدت فيه ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞ് വയൗമ ബുഇസ്തു ഫീഹി എന്ന് പറഞ്ഞാലോ തങ്ങളെ ജനിക്കുമ്പോൾ തന്നെ നബിയും റസൂലിന്റെ മക്കളെല്ലാം ഉണ്ട്, പക്ഷെ പ്രഖ്യാപിക്കപ്പെടണം അതാണ് തിങ്കളാഴ്ച. അത് ഉൻസില അലയ്യ ഫീഹി എൻ്റെ മേൽ ഖുർആൻ ഇറക്കപ്പെട്ടത്. അതുപോലെ പിന്നീടിക്കോ ഹിജ്റ പോയിട്ട് മദീനയിലേക്ക് എത്തുന്നത്, വഫാത്താകുന്നത്, അങ്ങനെ തിങ്കളാഴ്ച നടന്ന ഒരുപാട് സംഭവങ്ങളെ പറ്റി പ്രത്യേകം കിതാബ് തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് അലർജി. എന്തുകൊണ്ട്? മറ്റവൻ പറഞ്ഞ് ഇത് മോശമായ ദിവസമായി കണക്കാക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടാണ് തൊണ്ടക്ക് തട്ടാണ്ട് മുതുങ്ങിയിട്ട് വെള്ളം കുടിച്ചോളാം. സമയന വാർത്താഴിഞ്ഞ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ വെടിയുണ്ടയാണോ അല്ല മറ്റേ ഇരുമ്പിൻ്റെ ഉണ്ടയാണോ അല്ല ഗുളികയാണോ ഒന്ന് ചിന്തിക്കണ്ട. തിങ്കളാഴ്ചന്റെ മഹത്വം പറഞ്ഞിരിക്കുന്നു. പേരെനിക്ക് ഓർമ്മയില്ല. അത് ദലാനുഭവത്തിൽ പറഞ്ഞതാണ്. ഒരു മറ്റുള്ളതുണ്ടെന്ന് ഹജറുൽ അസ്വദ് ഇതിൽ കുറച്ച് പറയുന്ന وفي مسند أحمد عن ابن عباس رضي الله عنهما قال ولد رسول الله صلى الله عليه وسلم يوم الاثنين واستنبئ يوم الاثنين وخرج مهاجرا من مكة إلى المدينة يوم الاثنين ودخل المدينة يوم الاثنين ورفع الهدر صلى الله عليه وسلم هدر الأسود هدر الأسود ووضعه في موضعه يوم الاثنين. أن يوم الاثنين مختص بمولده ومبعثه وهجرته ووفاته أو لله. അപ്പം എന്തുകൊണ്ട് മോശം? ഇതെല്ലാം മോശപ്പെട്ട സംഗതിയാ. എന്തിൻ്റെല്ലോ പിന്നാലെ പോവുകയാണ്. ഹജറുൽ അസ്വദ് ആ സ്ഥാനത്തേക്ക് എടുത്തു വെച്ചെന്ന് പറഞ്ഞില്ലേ? ഖുറൈശികൾ കഅബ പണിയുന്ന സമയത്തായിരുന്നു. അന്ന് തങ്ങൾക്ക് 55 വയസ്സ്. ഹജറുൽ അസ്വദ് ആരാണ് ഒറ്റക്കല്ലേലുള്ളൂ, ആര് വെക്കണം എന്ന് തർക്കമായി. അതെല്ലാം മുംബൈ പഠിച്ച കാര്യമാണ്. എന്നിട്ടോ ആദ്യമായി മസ്ജിദുൽ ഹറാമിനെ കയറി വരുന്ന ആൾ അധികാരപ്പെടുത്താം നോക്കുമ്പോ തങ്ങൾ. എന്നിട്ടോ മുണ്ട് വെച്ചിട്ട് എടുത്തു വെച്ച എല്ലാ കബീലക്കാരും പൊടി എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ആർക്കും തർക്കം വേണ്ട. ഇനി തങ്ങളെ അസമയത്ത് മനസ്സിന് നല്ലൊരു ആവേശവും ഒരു ഉന്മേഷവും. വെറും മാല കെട്ടി ശ്രമിക്കാനും കള്ളാക്കാനല്ല പറഞ്ഞ ഉദ്ദേശം. അതുപോലെ സദസ് ഉണ്ടാക്കൽ, അദ്ദേഹം പറയാനോ ക്ഷമായിൽ ഓതാനോ കണ്ട്. ആക്കിലിന്റെ മേലിൽ ബന്ധപ്പെട്ടതാണ് തങ്ങളെ മീലാദിന്റെ ദിവസം കൊണ്ട് അന്നത്തെ ദിവസം വരുമ്പോൾ വായു സർറ അതുപോലെ സന്തോഷിക്കലും ആ ദിവസം കൊണ്ട് നല്ലൊരു ഇബ്തിഹാർ الذي تطفق به النور فيه النور والهدى والعلم إلى هذا العالم أجمع.
ഈ ലോകത്തേക്ക് മുഴുവനും ഇൽമ്, ഹുദ, നൂറ് ഇതാക്കും ഒഴുകി വരും. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അപ്പൊ തങ്ങളുടെ ജനന സമയം ഇപ്പം കലണ്ടറിലെല്ലാം ഇപ്പോൾ ചേർക്കപ്പെട്ട ദിവസം കാണുന്നുണ്ടെന്ന് അവർ ആരാധിക്കുന്ന ഓരോ വ്യക്തികളുണ്ടാവും. ആ വ്യക്തികൾ ജനിച്ച സമയം നോക്കിയിട്ടുണ്ട്. അത് നല്ല വിശേഷപ്പെട്ട ദിവസമായിട്ട് ഉത്തമം. എന്തുകൊണ്ട് റബീഉൽ അവ്വൽ ഉത്തമമായിക്കൂടാ? ആ മറ്റവന്റെ ഉള്ളിലുള്ളത് പ്രത്യേകിച്ച് വരെയാണ്. അതുകൊണ്ട് വലിയൊരു ബഹുമാനത്തിന്റെ വാക്കുകൾ. ഈ ദിവസത്തിന് ഇത്ര വണ്ണമാക്കി അധികമാക്കിയ സംഗതി എന്തേ? വാക്കിനെയും ഇത്രയും ആദരണീയമാക്കിയ എത്ര ദിവസം? തഹജ്ജുദിന്റെ വാക്കാം. على قراءة قصة مولده صلى الله عليه وسلم തങ്ങളെ ജനനത്തിന്റെ കിസ്സ പറയുന്ന ആ ഓതപ്പെടുന്ന സ്ഥലത്ത് ധാരാളം റഹ്മത്തുകളും ധാരാളം ബറക്കാത്തുകളും ഒരുമിച്ച് കൂടിയ ഒന്നിനാണ് അത് ഒരുമിച്ച് കൂടുന്നത്. അതിന്റെ ഓരോ ഘടകങ്ങൾ പരിശോധിച്ച് നോക്കിയ എവിടെ തെറ്റുന്നൊക്കെ തെറ്റണമെന്ന് മൊത്തത്തിൽ തെറ്റുന്നത്. ഓരോ ഘടകങ്ങളും വഴിക്കുക. ഇത് തെറ്റുണ്ടോ? ഇല്ല. ഇതിനുണ്ടോ? ഇല്ല. ഇതിനുണ്ടോ? ഇല്ല. പിന്നെ ഇതിലേക്ക് ഒക്കെ കൊടുക്കും. ആയത്തെ കുറിച്ച് വിളിക്കണേ. മൂന്നെണ്ണം ആര് പറഞ്ഞേ? പോട്ട് നാലെണ്ണാക്കിയൊക്കെ എന്താ വകയിച്ച് ഒന്ന് അതിനും വേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മർമ്മത്ത് വേണമല്ലോ. ഒരു പ്രവർത്തനം മർമ്മത്തിലുണ്ടാവുമോ? ഒക്കെ കുടുംബം ഓരോ നടക്കാനും നിരുപദ്രവകാരിയാണെങ്കിലും ഒരുമിച്ച് കൂടുമെന്നാണ് ഉപദ്രവകാരിയായി മാറി. എന്താണ് പറയുന്നത്? മീൻ കുട്ടിക്കൂടെ കൂട്ട, പാലും കുടിച്ചൂടെ? പാലും കുടിക്കാം. മീനും പാലും കൂടെ കൂട്ടിയാൻ പറ്റുമോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വിരുദ്ധാഹാര. എന്താണ്? അതാ ഇപ്പൊ ഇതൊക്കെ തന്നെയത്. ഇത് ചെല്ലുന്ന മോചിതാവോ? ആവില്ല. പിന്നെന്താന്ന് മറ്റേ തർക്കാണിയും മറ്റേ ഇതും ചെല്ലിന് കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല. പിന്നെ സേലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ സേലോ നിങ്ങള് അലാ തിലാവത്തി ആയാത്തി മിനൽ ഖുർആനിൽ കരീം, ഖുർആനിൽ നിന്നുള്ള ഏതാനും ആയത്തുകൾ ഓതും. ഓതും അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ എന്നുള്ള ആയത്തോതും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഓതും. അങ്ങനെ തങ്ങളുടെ ക്ഷമയിൽ അടങ്ങുന്ന ഒന്ന്. ثم ذكر إكرام الله تعالى وعنايته برسوله صلى الله عليه وسلم തങ്ങളെ അല്ലാഹു തആല പ്രത്യേക ശ്രദ്ധിച്ചു ഇക്റാം ചെയ്ത വിഷയങ്ങൾ പറയും. തങ്ങളെ അല്ലാഹു തആല മുതവല്ലിയ അല്ലാഹു തന്നെ പരിപാലിക്കുന്നു, അല്ലാഹു തആല തങ്ങളെ കാക്കുന്നു. പിന്നെ തങ്ങളെ മഹാസിനികൾ പറയും. അൽ ഖൽഖിയ്യ സൃഷ്ടിപരമായ വൽ ഖുലുഖിയ്യ സ്വാഭാവികം ഇതല്ലേ. كما أنها تشتمل على الصلوات والتسليمات على النبي صلى الله عليه وسلم صلاة تسليم جلو. وكما أن
അന്നഹ തസ്തമിലു അലൽ ഖസായിദി, ചില ഖസീദകൾ ചൊല്ലും അല്ലേ, വൽ മദാഇഹി നബവിയ്യത്തി മുഹബ്ബിബത്തി ഇലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ്ടപ്പെട്ട ചില കവിതകൾ ചൊല്ലും മൗലിദുള്ളത്. കമാ വഅന്നഹ തസ്തമിലു അലൽ ദഅവാതി വൽ ഇബ്തിഹാലാത്തി ഇലല്ലാഹി തആല, അല്ലാഹുവിനെ കൊണ്ട് വളരെ താഴ്മയോടുകൂടി ദുആ ചെയ്യും. അപ്പൊ അതിന്റെ ഘടകങ്ങളൊക്കെ ഓതി വെച്ചു. ഇതിനെന്തിനാ പ്രശ്നം? എന്നാലും എടാ ഖസീദ ബൈത്ത് അതന്നെ സബ്ജക്റ്റ്. മദീഹ് ഖസീദ ഒന്നും ചെല്ലാല, അതന്നെ സബ്ജക്റ്റ്. തങ്ങളെ മദ്ഹബ് വരലാണ്. ഈ പറയപ്പെട്ട ഒരുമിച്ച് കൂടിയ കാര്യങ്ങൾ പറ്റോതും ഉള്ളത് തന്നെയാണ്, മത്ലൂബുമാണ്. അല്ലാഹു തആലാക്ക് പ്രിയപ്പെട്ട ഖുർബത്തുമാണ്. അതിന്റെ മേലെ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. അതിന്റെ അജറിനെയും ഫളിനെയും ആഗ്രഹിപ്പിച്ചിട്ടുണ്ട്. സ്വയം ചെയ്യാത്തൊന്നും സുന്നത്താവില്ല. ഹസാൻ തങ്ങൾക്ക് ഒരു കസേര തന്നിട്ടുണ്ട്, സഹാബിമാരെ വളച്ചെത്തി. എന്തിനാ? ഇനി സ്വയം പറഞ്ഞിട്ടില്ലേ? ഇപ്പല്ലോ നിയമത്ത് എന്താ നിയമത്തിനടുത്ത് പറയലാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി തന്നിട്ടില്ലേ? وعلى هذا جرى العلماء العاملون والأتقياء الصالحون رضي الله عنهم. അത് അതിൽ നടന്നതെങ്ങനെ? കമാകാനൽ ഹാഫിദു സഖാവി റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ ദാല അഹ്ലുൽ ഇസ്ലാമി ഫീ സാഇരിൽ അഖ്താർ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമിന്റെ അഹലുകാർ അന്നേ ആയിരുന്നു. വൽ മുദനിൽ കിബാർ, വലിയ വലിയ പട്ടണങ്ങളിലും യഹ്തഫിലൂന ഫീ ശഹരി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ജനനത്തിന്റെ മാസത്തിൽ ഒരുമിച്ച് കൂടും. ബിഅമലിൽ വലായിമിൽ ബദീഅ, കണ്ട വലിയ സൽക്കാരങ്ങൾ. അൽ മുസ്തമിലത്തി അലൽ ഉമൂരിൽ ബഹജത്തിർ റഫീഅ, അത് പല പരിപാടികൾ ഉണ്ടാകുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, ആ രാത്രികളിൽ അവർ സദഖ കൊടുക്കും. ബിഅൻവാഇ സദഖാത്ത്, പലതരത്തിലുള്ള സദഖ കൊടുക്കും. വയുദ്ഹിറൂന സുറൂർ, അവർ സന്തോഷ പ്രകടനം ഉണ്ടാകും. വയസീദൂന ഫിൽ മബറാത്ത്, സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഉപരി സൽക്കർമ്മങ്ങൾ അവർ അന്ന് വർദ്ധിപ്പിക്കും, സ്വലാത്തുകളായിട്ടും മറ്റും. വയഅതനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മൗലിദ് ഓതലുകൊണ്ട് അവർ പ്രത്യേക ശ്രദ്ധയും. വയദ്ഹറു അലൈഹി മിൻ ബറകാതിഹി കുല്ലു ഫദ്ലിൻ അമീം, അതാ അതിന്റെ ബറകാത്ത് കൊണ്ട് അവർക്ക് വലിയ ഫദ്ലും കിട്ടിയിട്ടുണ്ട് എന്ന് മിനസീറത്തിൻ നബവിയ്യ ലിൽ ഇമാമി മുഹമ്മദ് യൂസുഫ് ശാമി. അതാ വഖാല ഐദൻ, സഖാബി ഇമാം വീണ്ടും പറയുന്നു, അല്ല ഷാമി പറയുന്നു, മുഹമ്മദ് ബിൻ യൂസുഫ്. وقال الإمام الحافظ أبو الخير بن الجزري رضي الله عنه على شيخ القراء, ജസരി ഇമാമിന്റെ തജ്വീദിന്റെ ഇമാമ് റളിയല്ലാഹു അൻഹു, മിൻ ഖവാസിഹി, ഈ മൗലിദിന്റെ ഖവാസിൽ പെട്ടതാണ്. അമിൻ ഖവാസിൽ ഇനാതി ബി ഖിറാഅത്തി മൗലിദിഹി വൽ ഇഹ്തിഫാലി വൽ ഇബ്തിഹാജി ബി ശഹരി മൗലിദി, തങ്ങൾ ജനിച്ച മാസത്തിനെയും അതിന്റെ സമയങ്ങളെയും ഒക്കെ പരിഗണിച്ചിട്ട് ഉള്ളതിൽ പെട്ടതാണ്. അന്നഹു അമാനും ഫീ ദാലിക്കൽ ആം, അക്കൊല്ലം വലിയ അമാനും രക്ഷയുമാണ്. വബുശ്റ ആജിലത്തും ബിനൈലിൽ ബഗയത്തി വൽ മറാം, ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലാഹു തആല പൂർത്തിയാക്കി തരുമെന്നതിന് ഒരു സന്തോഷമായ ഒരു ആമുഖമാണെന്നവർ. وقال الحافظ ابن كثير رضي الله عنه في تاريخه كان الملك المظفر, മലിക്കുൽ മുളഫർ ആയിരുന്നു. അവർ ആദ്യം ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്, ഓറ ചെയ്ത പരിപാടി. അങ്ങനെ പുലാമന്തോട് പോയപ്പോ നമ്മൻ കണ്ടില്ല അനീഫ, അടുത്ത പരിപാടി അത്ഭുതം തന്നെയാണ്. പിന്നെ എട്ടത്തും പോയപ്പോ ഇപ്പൊ എല്ലാം കുറെ കുറഞ്ഞു പോയി. അനീഫിയോ അഹമ്മദ് മുലാരുണ്ടായി, ഞങ്ങളുടെ 3 വർഷം VIP ആയിട്ട് കഴിഞ്ഞുകൂടിയാണ്. ബഹളുണ്ടായിട്ട് ഭക്ഷണത്തിന് എന്താ ഉണ്ടായിട്ട് സാധനം കൊച്ചിയും ഇല്ലെന്നുമല്ല, നമ്മളെ ഗ്യാസ് വെക്കുന്ന വലിയ കാപ്സ്യൂളില്ലേ ലോറിപ്പുറത്ത് വരുന്നത്, അതവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത്. വെറുംചോറുണ്ട്, കഞ്ഞിയുണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അപ്പത്തരങ്ങളുണ്ട്, പിന്നെ കോഴി ബിരിയാനുണ്ട്, പച്ചക്കറി ബിരിയാനുണ്ട്, നെയ്ച്ചോറുണ്ട്, എന്താ വേണ്ടതെല്ലാം.
എന്താ വീടുന്ന ചോദിക്കാം. അനിയിപ്പം എന്നെ ഒക്കെ ഉണ്ടായിനി. നമ്മളുടെ സംഭവം പറഞ്ഞ് പിറ്റേന്നും പോകണം പറഞ്ഞു. പിന്നെ എങ്ങനെ 3 ദിവസമായി. ആ ലോകം ജനങ്ങളും 5 നിസ്കാരത്തിന് ശേഷം ക്യൂ നോക്കും. പാത്രം വെച്ച് ചോറ് വാങ്ങാൻ. എന്തെല്ലാം ജാതി മധുരകള്. അഭിപ്രായമുണ്ടല്ലോ. സുഡാനിൽ പോയപ്പോ 24 മണിക്കൂർ ഉറങ്ങാൻ പാടില്ല. ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ പറ്റില്ല എന്നാണ്. പിന്നെ ലോകത്തിന്റെ ഏത് വലിക്ക് നിന്ന് അവലേക്കന്മാർ ആ നിന്ന നെപ്പിലെ കസീത ഉണ്ടാക്കിയിട്ട് പാടുന്നാളും വന്നു. ഇവരനുസരിച്ച് നമ്മളൊക്കെ ഉണ്ട്. കണക്ക് നോക്കിയാൽ മുല്ലപ്പർ ചെറുതിയാക്കിയിട്ടുള്ളൂ. بعمل المولد الشريف في ربيع الأول ويحتفل به احتفالا هائلا. വമ്പിച്ച് ജനക്കൂട്ടം ഉണ്ടാകുന്നവർ. വകാന ഷഹ്മൻ ശുജാഅൻ. മൂപ്പർ നല്ല ധീരനായ രാജാവ് വരുന്ന. ബാത്തലൻ ആക്കിലൻ ആദിലൻ. ഈ മുല്ലപ്പർ രാജാവിന്റെ മഹത്വം പറഞ്ഞത്. വഖദ് സന്നഫ ശൈഖ് അബുൽ ഖത്താബി ഇബ്നു ദിഹിയ റളിയല്ലാഹു അൻഹു കിതാബൻ ലഹു ഫിൽ മൗലിദി സമ്മാഹു അത്തൻവീർ ഫി മൗലിദിൽ ബഷീറിൻ നദീർ എന്നൊരു കിതാബ് ഉണ്ടാക്കി. സരന്ദീപില് നമ്മളെ ജലാലി റാത്തീബിന്റെ മുസന്നിഫ് പോയപ്പോൾ അവിടെ നിന്നാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ ജലാലിന്റെ മുസന്നിഫിന്റെ മുഹമ്മദ് ബിൻ ഹംദുൽ കാഹിരി ഒരു സരന്ദീപ് സന്ദർശിച്ചു. 2 സിലോണിൽ. അവർ പറഞ്ഞതാ നമ്മുടെ വലിയ മൗലിദ് കൊണ്ടാടും. പക്ഷെ അവർക്ക് ആധികാരികമായ മൗലിദ് എന്ന് പറഞ്ഞ കയ്യിലില്ല. പക്ഷെ ആഘോഷം അവിടെ നിങ്ങളൊന്നും നല്ല ഉണ്ടാക്കി തരണോ എന്നിട്ട് ഉണ്ടാക്കി. ഞാൻ സരന്ദീപ മൗലിദ് ഉണ്ടാക്കിയത്. വലിയ മൗലിദ്. അത് ഭാഗികമായിട്ട് കുറേശ്ശനോത്തില്ല. കക്കിളിപ്പുറത്തുനിന്ന് എല്ലാം ഒക്കെ തിരിയില്ല. കുറേശ്ശനോതിയിട്ട് മൗലിയാക്കും തെറ്റ് ചെയ്തിരുന്നില്ല. അടുത്ത ദിവസം ബാക്കി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇഖ്തിസാറാക്കാൻ വേണ്ടി ആരാധന പറഞ്ഞു. പറഞ്ഞു ഹായിബിന്റെ കസറാക്കാൻ പാടില്ല എന്നല്ലേ ഫിഖ്. അതുപോലെ മഹബത്തിൽ ലയിച്ചാക്ക് മൗലിദ് കസറാക്കാൻ പറ്റൂല എന്നാണ് നിന്റെ മസലാണ്. അപ്പൊ ഇത് അൽക്കണം. സന്ദീപ് കയ്യത്തുണ്ട്. മൂപ്പറ വന്നിട്ട് എന്താക്കും തെറ്റ് തീർത്തിന് കഴിയുണ്ടാവും. അത് ചിലപ്പോൾ അതിൻ്റെ കോപ്പി അവിടെ ഉണ്ടാവും. മുക്കാമി പോയില്ല. അതാ പഴുന്നാണ് അമ്മറാജിൻ്റെ ശേഷൻ്റെ അടിയിൽ തന്നെ വന്നില്ല. കുറച്ചം ഉണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് അങ്ങിച്ച് അജാദഹൂബി 1000 ദീനാർ. ഈ മൗലിദ് ഉണ്ടാക്കിയ വകയിൽ 1000 ദീനാർ സമാനമായി കൊടുത്തെന്ന് പറഞ്ഞു. ഒരു കിതാബ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. നേരത്തെ അബുൽ ഖൈർ ഇബ്നുൽ ജസരി അല്ലേ? അതല്ല, ഇത് സിബത്ത് ഇബ്നുൽ ജൗസിയാണ്. ജൗസി ഫീ മിർആത്തിൽ സമാനിൽ പറഞ്ഞു അൻബാലി മൻ ഹദറ സിമാത്തൽ മുളഫർ രാജാവിന്റെ സൽക്കാരത്തിന്റെ പങ്കെടുത്ത ചിലത് ഫീ ബാദിൽ മവാലിദി അല്ല മൗലിദിൽ എന്തെല്ലാം മാംസങ്ങളാണ് അതെല്ലാം ഇങ്ങനെ എണ്ണി. വൻവായിൽ ഹൽവ അതുപോലെ മധുര പലഹാരങ്ങളുടെ അൻവാകൾ അല അശക്കലും വാസിയും ചിന്തൻ മമ്പിച്ച പരിപാടിയാണ്. എന്നിട്ട് കാല ബഅദ അതിനുശേഷം പറഞ്ഞു വക്കാന യസ്രിഫു അലൽ മൗലിദി 300 ദീനാർ. എത്ര ലക്ഷം? 300 ഗുണിക്കണം 1000. അബദ്രൈ രണ്ടും പറഞ്ഞതിൻ്റെ അപ്പുറമുള്ളതിനെ കൊണ്ട് കുടിച്ചാൽ മതിയല്ല. 3 ലക്ഷം അല്ലേ? 100,000 കുടുംബമല്ല 1 ലക്ഷം അല്ലേ? അത് 3. അപ്പൊ 3 ലക്ഷം ദീനാറും അപ്പുറം അതിലൂടെ ചെലവാക്കും അക്കാലത്ത്. ونقل الإمام محمد بن يوسف الشامي في سيرته عن الشيخ أبي عبد الله بن أبي محمد النعمان رضي الله عنه يقول سمعت الشيخ أبا موسى الزرهوني رضي الله عنه يقول رأيت النبي صلى الله عليه وسلم تغنى جان كند في النوم وركت الكند
فذكرت له ما يقال في عمل الولائم في المولد. മൗലിദിൽ വലിയ സൽക്കാരങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കൂലേ, അതിനെപ്പറ്റി ഞാൻ തങ്ങളോട് പറഞ്ഞപ്പോൾ فقال له صلى الله عليه وسلم പറഞ്ഞത് മൻ ഫരിഹ ബിനാ ഫരിഹനാ ബിഹി, നമ്മളെ കൊണ്ടാണ് സന്തോഷിച്ചാൽ ഓരെ കൊണ്ട് എനിക്ക് സന്തോഷമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. ഇതെല്ലാം കേൾക്കുന്നുണ്ടാവുക, ഇതെല്ലാം മദീനയ്ക്ക് എത്തുമല്ല. وقال شيخ القراء الحافظ أبو الخير بن الجزري رضي الله عنه പറയുന്നു ثم قد رؤي أبو لهب. അബൂ ലഹബ് കുറേ ദിവസമല്ല കേൾക്കുന്നത്, തങ്ങളെ മുത്താപ്പയാണെങ്കിലും കഠിന ശത്രുവായി മാറി. ഇത് മകൻ ഉപദ്രവിച്ച ഇഷ്ടം കഴിഞ്ഞ ആഴ്ച ഓതിയിട്ടുണ്ട്. ബാദ മൗതിഹി ഫിൻ നൗമി, മരിച്ചതിന് ശേഷം ഉറക്കത്തിലാ കണ്ടത് ആരെന്ന് വയ്യ പറയും, അബ്ബാസ് തങ്ങളും അഞ്ചൻ. ഫഖീല ലഹു മാ ഹാലുക എന്ന് അബൂ ലഹബിനോട് ചോദിച്ചപ്പോൾ ഫഖാല ഫിന്നാർ, നരകത്തിലാണ്. ഇല്ല അന്നഹു യുഖഫഫു അന്നി കുല്ല ലൈലത്തി സുനൈനി, എല്ലാ തിങ്കളാഴ്ച രാവും എനിക്ക് തഖ്ഫീഫുണ്ട്, അളവുണ്ട്. വഅമസ്സു മിൻ ബൈനി ഉസ്ബുഅയ്യ ഹാതൈനി എന്നുണ്ടെന്നാക്കി രണ്ട് ബെല്ല് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഞാനിങ്ങനെ കുടിക്കും. മാ അം ബിഖദ്രി ഹാദാ ബിഖദ്രി അവസാറ ലി റഅസി ഇസ്ബഹൈഹി, രണ്ട് ബെല്ലിൻ്റെ തല ഈ കതിർ വെള്ളം കുടിക്കും. വഇന്ന ദാലിക, അതെന്തിനാണ് ബിയത്താക്കി ലിസോയിബത്തന, ഇത്തിക്ക് ചൊല്ലിയിട്ടുണ്ട്. അസ്ലമിയ ബീബിയൻ, അന്ന് ബീബി ഇസ്ലാമിലേക്ക് വന്ന കാലമല്ല, തങ്ങൾ ജനിച്ചപ്പോൾ അബൂ ലഹബിനോട് പറയാൻ വന്നത് എന്താണ്, അബ്ദുല്ലാഹ് ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വന്ന സന്തോഷത്തിന് സുബൈബത്തിന് ഇത്തിക്ക് ചൊല്ലി. അത് അന്ന് റസൂലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല, റസൂലാണെന്ന് അറിഞ്ഞിട്ടുമില്ല, പക്ഷെ കൊണ്ടത് റസൂലാണ്. ഇത്തിക്കാതിൽ വന്നിട്ടില്ലല്ലോ. അതുപോലെ ഖുർറത്തു ഐനല്ലി വലക നാസിയ ബീബി പറഞ്ഞില്ലേ അതിനെ പറ്റി, മൂസാ നബിനെ പറ്റി. അന്ന് മൂസ റസൂലുള്ളാഹിയാണെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ ഒരു മഹബത്ത് അന്തരങ്ങൾ വന്നു. ഇൻദമാ ബശറത്തിനി, എന്നോട് സന്തോഷവാർത്ത പറഞ്ഞപ്പോൾ വിലാദത്ത് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിലാദത്ത് കൊണ്ട് മാത്രം, ബദ്രാത്തിന്റെ അപ്പുറം തന്നെ എന്തെല്ലാം വന്നു. മല കൊടുത്തിട്ടുമുണ്ട് തങ്ങൾക്ക് മല കൊടുത്ത അമ്മമാരുണ്ടമ്മോ സുഹൈബത്തുൽ അസ്ലമിയ്യ. അവൻ പറയുന്നത് അബൂ ലഹബിൽ കാഫിർ, കാഫിറായ അബൂ ലഹബ് ആണെങ്കിൽ അല്ലദീ നസ്സൽ ഖുർആൻ ബിദമ്മിഹി, അദ്ദേഹത്തിന് ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനിൽ സൂറത്ത് തന്നെ വന്നില്ലേ, തബ്ബത്ത് സൂറത്ത്. ജൂസിയ പിന്നാരി, നരകത്തിൽ വെച്ചിട്ട് എന്താക്കി അയാൾക്ക് പ്രതിഫലം കിട്ടിയത് തിങ്കളാഴ്ച രാവ് അദാബിന് ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞത്. ജനിച്ച സന്തോഷം കൊണ്ട്, അതിൽ ബിൽ മൗലിദ്, ആ ജനനം കൊണ്ട് മാത്രം. ഈ ജനിച്ചത് റസൂലാണ് എന്ന് അറിഞ്ഞിട്ടല്ല. പ്രസംഗിച്ചത് സിനിമലാൾക്കാരെ വരക്കുന്നു, സിനിമലാൾക്കാർക്ക് മസ്കത്തിൽ ഇസ്ലാമിലാൾക്കാരെ വരക്കുമ്പോൾ ഉസ്താദ് പ്രസംഗിച്ചില്ലേ. തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ ആനന്ദാണ് മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന്. പിന്നെ യുബശ്ശിറുഹു ബിമൗലിദിഹി, അങ്ങനെ തങ്ങളെ അതിനുള്ളത് തങ്ങളെ മൗലിദ് കൊണ്ട് സന്തോഷിച്ചു. അവന്റെ കഴിവ് എത്തുന്നത് നൽകും. മിഫി മഹബത്തിഹി, തങ്ങളെ മഹബത്തിലായിക്കൊണ്ടിട്ട്. ലഹംദി ഇന്നമാ യകൂനു ജസാഉഹു മിനല്ലാഹിൽ കരീം, കരീമായ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അവർക്ക് ജസാ ആയി കിട്ടും. അയ്യദുഖിലഹു ബിഫളിഹി ജന്നത്തൻ നഈം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഫضل കൊണ്ട് ജന്നത്തുൽ നഈം കടത്തുമല്ലോ.
ഇനി വഖിസ്സതു അബീ ലഹബി വഇതാഖിഹി സുവൈബത വമാ തറത്തബു അലാ ദാലിക. അബൂ ലഹബിന്റെ കിസ്സ, അതുപോലെ അബൂ ലഹബ് ഇത്ക് ചൊല്ലിയില്ലേ, സുവൈബത്തുൽ അസ്ലമിയാണ്. അതിനെ തുടർന്ന് റവാഹൽ ബുഖാരിയോ വൽ ഇസ്മാഈലിയോ അബ്ദുർ റസാഖ് എല്ലാവരും റിവായത്ത് ചെയ്തത് കിസ്സന്റെ സനദാണ് അപ്പോൾ പറയുന്നത്. വഫീ സഹീഹിൽ, അപ്പം എന്ത് വേണം, ബുഖാരിയിൽ ഉണ്ടെന്നില്ലേ. വഫീ സഹീഹിൽ ബുഖാരി ഖാല ഉർവ റളിയല്ലാഹു അൻഹു സുവൈബത്തു മൗലാത്തു അബീ ലഹബ്. അതാ അബൂ ലഹബിന്റെ മൗലാത്തായ സുവൈബ. വകാന അബൂ ലഹബിൻ അതഖഹ, അബൂ ലഹബ് ആ ബീബിനെ ഇത്കാക്കിയിട്ടുണ്ട്. ഫർമഅത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് മുല കൊടുത്തിട്ടുമുണ്ട്. ആ സമയത്ത് തന്നെയായിരിക്കുമല്ലോ. ഫലമ്മ മാത അബൂ ലഹബ്, മരിച്ചപ്പോൾ ഉരിയഹു ബഅദു അഹ്ലിഹി, അവരുടെ കുടുംബത്തിൽപ്പെട്ട ചിലക്ക് കാണിച്ചു എന്ന് പറഞ്ഞാൽ വഹുവൽ അബ്ബാസ്, അബ്ബാസ് തങ്ങളാണ് കണ്ടത്. ബിശർരി ജീബത്തിൻ, അത് ബൈക്കണം ബിഹൈബത്തിൻ ബിഹാഇൻ മുഹമ്മലത്തിൻ മക്സൂറ, കസറ് കൊടുത്ത ഹായ് വായിക്കാം. അതിനെ മുഹമ്മല എന്ന് പറയുന്നത് ഹാ എന്ന് വായിക്കണ്ട, അതും ഒരേ ശക്കിലാണല്ലോ. ഹി വതഹത്തിയത്തിൻ സാക്കിന, ഒരു യാ കൊടുക്കുക. അപ്പൊ ഹീൻ വമുവഹദത്തിൻ മഫ്തൂഹ, ഫതഹക്കപ്പെട്ട ബാ കൊടുക്കുക. ഹീബ ഐ ബിസൂഇൽ ഹാലി, വളരെ മോശമായ ഒരു അവസ്ഥയിൽ. അതിന് അസൽ എന്താണ്? ഹൂബത്ത് എന്നാണ് അസല്. അതിന് ഹീബത്ത് എന്ന് വായിച്ചതാണ്. ബാബ് മറിച്ചിട്ട് ജാതാക്കിയിട്ട്. അപ്പൊ ബാബിന്റെ മുമ്പിൽ എന്തുണ്ട്? ഇളമ്പുണ്ട്. പിന്നെ ഞാൻ്റെ മുമ്പിൽ കസറുണ്ടാകും. എന്നിട്ടോ കാനലഹു മാതാലൊക്കെ അബൂ ലഹബ്, എനിക്ക് എന്ത് കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ അബൂ ലഹബ് പറഞ്ഞു ലം അൽ കബഅദകും, അതാ നിങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഫീ റിവായത്തിൽ ഇസ്മൽ ലം അൽ കബഅദകും റഖാഅൻ, നിങ്ങൾക്ക് ശേഷം ഒരു സന്തോഷം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതാണ് ഇതിന്റെ വ്യാഖ്യാനം. ബിശർരി ഹീബത്തിൻ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാന പറഞ്ഞത്. വൈന്ദ അബ്ദുർ റസാഖ് അൻ മഅമറിൻ അനി സുഹരി ലം അൽ കബഅദകും റാഹത്തൻ എന്ന് റിവായത്ത്. നിങ്ങളുമായി പെരുന്നതിന് ശേഷം റാഹത്തും കിട്ടിയിട്ടില്ല. غير أني شقيت في هذه, ഇതിൽ എനിക്ക് വെള്ളം നൽകപ്പെടുന്നുണ്ട്. വാശാറ ഇല നുഖറത്തില്ലത്തി തഹത്ത ഇബ്ഹാമി, ഇബ്ഹാം ഏതാന്ന്? പെരുവിരല്. പെരുവിരലിന്റെ ഈ അതിന് രണ്ടു മടക്കയിലുണ്ട്. ആ നുഖറത്തിന്റെ താഴെ. കമാഹു ഇൻദ അബ്ദുർ റസാഖ് وأشار إلى النقرة التي بين الإبهام والتي تليها من الأصابع. അപ്പോൾ ഈ നുഖറത്തിന്റെ അപ്പൊ ഇതിന്റെ അടിയിൽ ഇവിടുന്നായിരിക്കണം. എന്ത് കാരണത്തെ? സുവൈബത്തിന് ഞാൻ ഇത്തക്ക് ചെല്ലിയ കാരണത്തിന് വേണ്ടി തെളിവായില്ലേ. وقال الحافظ في الفتح وذكر السهيلي يعني أن العباس رضي الله عنه سهيل ذلك قال لما مات أبو لهب മരണപ്പെട്ടപ്പോൾ رأيته في منامه, എൻ്റെ മനാമിൽ ഞാൻ കണ്ട്. അതാണ് അബ്ബാസ് തങ്ങളാ കണ്ടത് എന്ന് നേരത്തെ വിവരിച്ചത്. ബാദഹുലിൻ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഫീ ശർരി ഹാലിൻ, വളരെ മോശപ്പെട്ട ഹാലിൽ കണ്ടു. فقال أبو لهب പറഞ്ഞു ما لقيت بعدكم راحة, നിങ്ങളുമായി പിരിഞ്ഞതിന് ശേഷം ഒരു റാഹത്തും എനിക്ക് കണ്ടിട്ടില്ല. إلا أن العذاب يخفف عني كل يوم اثنين, എല്ലാ തിങ്കളാഴ്ച ദിവസവും എനിക്ക് അദാബിന് തഖ്ഫീഫുണ്ട് എന്ന് ചോദിച്ചാൽ. فقال عباس പറഞ്ഞു ذلك أن النبي صلى الله عليه وسلم ولد يوم الاثنين, തിങ്കളാഴ്ച ദിവസമല്ലേ തങ്ങൾ ജനിച്ചത്. وكان ثويبة بشرت أبا لهب بمولده صلى الله عليه وسلم, തങ്ങളെ അതാ അത് തങ്ങളെന്ന് അറിഞ്ഞും കൊണ്ടല്ല എന്നാലും അങ്ങനെ എത്തുക്കും ചൊല്ലി ആ ഒരു കാര്യം ചെയ്ത വകയിലാണ് ഇദ്ദേഹത്തിന്. അബൂ ലഹബിന്റെ വലിയ അക്രമങ്ങൾ നമ്മൾ കുറെ ആഴ്ചകളായി ഓടിക്കെടുക്കുന്നു.
ബാക്കി പെങ്ങന്മാരും പറയുമല്ലോ അയാളെ കൂട്ടണ്ടേ എന്ന് പറയില്ലേ. കുറച്ചുകൂടെ പോട്ട് നമുക്ക് ശിഫ തുടങ്ങാനേ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ലോകത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഔലിയാക്കളിൽ വലിയ നബിയിമാമിൻ്റെ അംഗീകാരം കാലൽ ഖാദി അൽ ഖാദി പറഞ്ഞു എന്നാ പറയുന്നത്. നബിയിമാം ഒരാളെ ബഹുമാനിച്ച് വരണമെങ്കിൽ അവർക്കും അവർ റിവായത്ത് ചെയ്ത മശായിഖന്മാർ സിഫയിൽ പറയപ്പെട്ട കുറേ മശായിഖന്മാരുണ്ട്. അവർ തന്നെ ഒഴിവാക്കിയ കുറേ 100 കിട്ടും. അവർക്കെല്ലാം കൂടെ നമുക്ക് ഇടുന്ന് കുറേശ്ശെ ഇഖ്ലാസ് ഓതി ഹദിയ ചെയ്യുന്നു. ഒരു തവസ്സുൽ ഇത്തരം കണക്കില്ല. അത് നല്ല കൃത്യമായിട്ട് ഓതാൻ ഇത് കിട്ടൂല. ഒന്ന് നമ്മളെ വെക്കാൻ തോന്നല്ലേ. ഇനി പറയാൻ പോകുന്നത് അല്ലാഹു തആല പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ട് ഇനായത്തോടുകൂടി തങ്ങളെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വളർത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.